കുന്നം ഫെസ്റ്റിവൽസ് ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51ന്റെ 14ാം അധ്യായത്തിലേക്ക് ഹൃദയാനുഭൂതികളുടെ ചേതോഹരമായ സൃഷ്ടിയാണ് മലയാള സാഹിത്യം. മലയാള സാഹിത്യം ഓരോ ആത്മാവിലും ആഴ്ന്നിറങ്ങുന്നു. ഒരു ദേശത്തിന്റെ വളർച്ചയും സാമൂഹിക സാംസ്കാരിക പുരോഗതിയും കൈവരിക്കുന്നത് ഇത്തരം സാഹിത്യ സൃഷ്ടികൾ വായിച്ചെടുക്കുന്നതിലൂടെയാണ്. ഒരു നല്ല പുസ്തകത്തേക്കാൾ നല്ല സുഹൃത്ത് മറ്റൊന്നുമല്ല. മലയാള സാഹിത്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന ഈ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പളും പ്രോഗ്രാം കൺവീനറുമായ ഡോക്ടർ എസ് ലക്ഷ്മി ടീച്ചറെ ക്ഷണിക്കുന്നു. Good morning. Good morning, Nimna. Yeah, good morning. Good morning. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങളുടെ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് എന്ന പ്രോഗ്രാമിലെ 14ാമത്തെ അതിഥിയാണ് നിന്നെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ, ഈ സാഹിത്യോത്സവം എന്നൊക്കെ പറഞ്ഞ ഇതും അധ്യാപക വിദ്യാർത്ഥികളാണ്, BEdന് പഠിക്കുന്ന കുട്ടികൾ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. വായന പുതിയ തലമുറയിലേക്കും പകർന്നുകൊണ്ടിരിക്കാൻ നമ്മൾ എപ്പോഴും അല്ലെ വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണെങ്കിൽ അത് സാധ്യമാകും. ശരിക്കും ഒരു പുതുതലമുറയുടെ എഴുത്തുകാരി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ പരിചയപ്പെടുത്തിയപ്പോൾ പുസ്തകത്തിന്റെ പുറംചട്ടയും എഴുത്തുകാരിയുടെ പേരും മാത്രമേ എനിക്ക് അപ്പോഴറിയാവുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വായിച്ചു, പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു. എന്താണ് ആ പുസ്തകത്തിൽ, ഒരു പുസ്തകം നമ്മൾ വായിക്കാതെ നമ്മൾ കേൾക്കാനിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് വായിച്ചു. അപ്പൊ മനസ്സിലായി എന്താ വായിക്കാൻ താമസിച്ചു പോയതെന്നുള്ളത്. എന്നാലും വായിക്കേണ്ടത് തന്നെ ആയിരുന്നു, വായിച്ചു. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ മോനൊക്കെ ഒട്ടും പുസ്തകം വായിക്കാത്ത ആൾക്കാരായിരുന്നു, പക്ഷെ പേര് കേട്ട ഉടനെ എന്നെക്കാളും ഫെമിലിയർ ആയിരുന്നു. അപ്പൊ അവന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ കൂട്ടത്തിൽ ഈ പുസ്തകം ഉണ്ട്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷം. അവർക്കൊക്കെ വായിക്കണമെന്ന് തോന്നിപ്പിച്ചത് തന്നെ ഏറ്റവും വലിയ 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 ഭാഗ്യമാണ്. കാരണം സാധാരണക്കാരന്റെ മലയാളം എന്ന് പറയുന്ന തൊട്ട് വായിക്കുമ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളമൊക്കെ വായിച്ച് നല്ലോണം മനസ്സിലാക്കാൻ അത്രയൊന്നും സാഹിത്യ സൃഷ്ടിയുള്ള ആൾക്കാർ, പക്ഷെ അവര് പുസ്തകമൊക്കെ വായിച്ച് എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ്. പിന്നെ നമ്മൾ പറയുന്നത് നമുക്ക് നമ്മളോട് സ്നേഹമില്ല, നമുക്ക് പിന്നെ ആര് സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു ഈ പുസ്തകം വായിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് അതിനെ ഞാൻ റെഫർ ചെയ്ത് സംസാരിക്കുന്നത്. പണ്ട് ഞാൻ എനിക്കൊന്ന് ഒരു 25-26 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു സൈക്കോളജിയുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ക്ലാസ്സിലത്തെ അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? അപ്പൊ പലരും ഇപ്പൊ അമ്മ തൊട്ട് വലിയ വലിയ ആൾക്കാരെ റോൾ മോഡൽസ് ഒക്കെ പറഞ്ഞു. അന്ന് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കളിയാക്കി ചിരിച്ചു, ഒത്തിരി എന്നെ കമന്റ് അടിച്ച്. ക്ലാസ് കഴിഞ്ഞ സമയത്തൊക്കെ കമന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒത്തിരി ഗുണങ്ങളൊക്കെ എനിക്കുണ്ട്, അത് എനിക്കറിയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ഓരോ സന്ദർഭങ്ങളിലും പലരും റിയാക്ട് ചെയ്യുന്ന കാണുമ്പോ, അല്ലെങ്കിൽ പലരും അതിന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കാണുമ്പോഴൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ട് നമ്മൾ ഇതിലും കുറച്ചുകൂടെ കൊള്ളായിരുന്നു വലിയ വലിയ ആൾക്കാരിന്. അങ്ങനെ നമ്മൾ തന്നെ അംഗീകരിക്കാതെ പോകുന്നതാണ് നമ്മുടെ എപ്പോഴത്തെ പ്രശ്നങ്ങൾ. നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ ആരാണെന്ന്, കുറവുകളായാലും കൂടുതലായാലും നമ്മൾ അത് മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കണം. ഈ ക്രിസ്തുമതമൊക്കെ തന്നെ ഏറ്റവും ജീസസ് ക്രിസ്റ്റ് പറഞ്ഞ എന്താണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണ്. നമ്മളെ സ്നേഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അയൽക്കാരെ സ്നേഹിക്കാത്തത്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റാത്തതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ ചെറുതെന്ന് കരുതുന്ന വലിയ 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 പോയിന്റുകളാണിത്. നമ്മളെ ജീവിക്കാനും നമ്മളെ സന്തോഷമായിട്ട് ജീവിക്കാനും എനിക്ക് തോന്നുന്നു വലിയ വലിയ മോട്ടിവേറ്റ് സ്പീക്കേഴ്സിനെക്കാളും ഭയങ്കര ഇഫക്റ്റ് ആയിരുന്നു ഈ ബുക്കിൽ വന്നത്. കാരണം എല്ലാവർക്കും അവരവരുടെ കഥയാണ്, നമ്മളിരുന്ന് പറയുന്ന കൂട്ട് തോന്നും, അല്ലെ നമ്മൾ സംസാരിക്കുന്ന പോലെ തോന്നും എന്നുള്ളതാണ് ഇതിന്റെ ഇഫക്റ്റ്. ഇപ്പൊ എനിക്കും തന്നെ ഒരു പുസ്തകം എഴുതണമെന്ന് തോന്നി, ഞാൻ ഓർക്കും എനിക്ക് സാഹിത്യം അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഭാഷ അറിയില്ല, വലുതായിട്ട് ഈ പറയുന്ന പോലെ ഒരു വലിയ ബുക്ക് എഴുതാനോ അല്ലെ ബുക്ക് പറയുന്ന പോലെ ഒരു സാഹിത്യ സൃഷ്ടി എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യാനോ എന്നുള്ള കോൺഫിഡൻസ് നമുക്കില്ല. പക്ഷെ അതും കൂടെ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ നമുക്ക് എഴുതിയിരിക്കാം. അത് ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ അയ്യോ നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഭയങ്കര ശിശുവാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം എനിക്ക് പറ്റും എന്നുള്ള ഒരു തോന്നലുണ്ടാക്കി നമ്മളെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ എല്ലാവരും ഇങ്ങനെ കുട്ടികൾക്കൊന്നും അറിയില്ല, അല്ലെ പുതിയ പിള്ളേര് പഴയ പോലെ അല്ല, ഞങ്ങൾ അങ്ങനെ ആയിരുന്നു, ഞങ്ങള്
കിലോമീറ്റേഴ്സ് നടന്നാണ് ബുക്ക് എടുത്തത് എന്നൊക്കെ പറയുന്ന ആവേശം കൊള്ളുന്ന സമയത്ത് ഉണ്ടാവുന്നു പുതിയ സാങ്കേതികങ്ങളെല്ലാം ഉപയോഗിച്ച് അല്ലെ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര റീൽസും ഇതെല്ലാം കൊടുത്ത് നമ്മുടെ ബുക്കിനെ എങ്ങനെ നമുക്ക് സാധ്യതകൾ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് അതിന്റെ ട്രെൻഡെങ്കിൽ അത് യൂസ് ചെയ്ത് വളരെ വളരെ മിടുക്കിയായിട്ട് പോട്ടെ. ഇനി ഇഷ്ടംപോലെ ബുക്കുകൾ എഴുതുകയും പുസ്തകങ്ങളൊക്കെ വലിയ സിനിമകളൊക്കെ ആയിട്ടും ഒക്കെ നന്നായിട്ട് വരട്ടെ. സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. നമ്മൾ സന്തോഷമാകുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നത്. നമ്മുടെ ഇറിറ്റേഷനും ഫ്രസ്ട്രേഷൻസ്, സ്ട്രെസ്സും ടെൻഷനും ഒക്കെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ ചുമത്തി അല്ലെ അവരെയും കൂടെ ബുദ്ധിമുട്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിരിക്കാം, അതുപോലെ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അയൽക്കാരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുക വളരെ വലിയ കാര്യമാണ്. അത് നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ തന്നെ എഴുതി എത്താൻ സാധിച്ചത്. പിന്നെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ അവര് സെലക്ട് ചെയ്തുകൊണ്ട് വരുമ്പോ എനിക്കങ്ങ് ക്ലാസ് എടുക്കുകയാണ്, ടീച്ചറെ എനിക്ക് സത്യം അപ്പൊ ഞാൻ ഈ ബുക്ക് എനിക്കത് ഇൻസ്റ്റയിലോ അങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, വായിച്ചിട്ടില്ലായിരുന്നു. ടീച്ചർ അറിഞ്ഞൂടെ ഇതാണ് എഴുതിയിരിക്കുന്നത്, ഇന്ന പുസ്തകങ്ങളുണ്ട്, ഭയങ്കര രസമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അപ്പൊ അവർക്കുള്ളിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരാരെയാണ് ഇഷ്ടപ്പെടുന്നത്, അവർക്ക് എന്താണ് എന്നുള്ള കാര്യം. അപ്പൊ അതും ഈ ഒരു വേദി അതിനൊരു സാധ്യമാക്കി. വളരെ സന്തോഷം. നമ്മുടെ കുട്ടികൾ വിളിച്ചപ്പോ ഓടിയെത്തിയല്ലോ. നിങ്ങളൊക്കെ തിരക്കുള്ളവരാണ്, എന്നാലും നമ്മളോടൊപ്പം ചേർന്നതിലുള്ള സന്തോഷം. നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ നമ്മുടെ കുന്നം ഫാമിലി എന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങളുടെ കുട്ടികളും ഞങ്ങൾ ടീച്ചേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ കുന്നം ഫാമിലി എന്നാണ്. ആ ഫാമിലിയിലേക്ക് നിന്നെയും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ധന്യരാണ്. ഞങ്ങളുടെ ഒപ്പം എത്തിയതിന് ഉള്ള സന്തോഷവും സ്നേഹവും അറിയിക്കും. ഒരുപാട് സന്തോഷം. മീൻസ് താങ്ക് യു. നമ്മുടെ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച രശ്മി ടീച്ചറിന് നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51ന്റെ 14ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി യുവതലമുറയിലെ ശ്രദ്ധേയായ എഴുത്തുകാരി ശ്രീമതി നിമ്ന വിജയ് അവറുകളാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ പുതുതലമുറയുടെ റൈറ്റിംഗ് സെൻസേഷനായി മാറിയ വ്യക്തിത്വം. നനയുവാൻ ഞാൻ കടലാകുന്നു എന്നതാണ് ആദ്യ പുസ്തകം. സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥമെന്നും അതിലൂടെ നമ്മൾ പുതിയ വ്യക്തിയായി മാറുകയാണെന്നും ഓർമ്മപ്പെടുത്തിയ വ്യക്തി. ഒരു കണ്ണാടിക്ക് മുൻപിൽ എന്ന പോലെ അവരവരുടെ ഉള്ളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നോക്കാനും സ്നേഹിക്കുവാനുമുള്ള ഊർജം സ്വായത്തമാക്കുവാനും പ്രേരിപ്പിച്ച ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ആദ്യ നോവലിലൂടെ ഏറെ ശ്രദ്ധേയാണ്. ഒരു വർഷത്തിനിടെ വിറ്റഴിച്ചത് 80,000-ൽ പരം കോപ്പികൾ, 25 പതിപ്പുകൾ. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മലയാളിക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ നിമ്ന വിജയ് അവറുകളെ ഏറെ സ്നേഹത്തോടെ KFL സാഹിത്യോത്സവം 51ന്റെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈ അധ്യായം സംവാദ രൂപേണയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? എഴുത്തുകളിൽ വ്യവസ്ഥാപിതമായി പോയ അല്ലെങ്കിൽ നാം കണ്ടുമറന്ന രീതിയിൽ നിന്ന് മാറി ടെക്നോളജിയുടേതായിട്ടുള്ള ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് അനുഭവം വരുന്ന തലത്തിലേക്ക് നമ്മുടെ പുതിയ നോവലുകൾ മാറുന്നുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽ പുതിയ എഴുത്തുകളിൽ ഉണ്ടാകുന്ന ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം എന്നതിനുപരി അങ്ങനെ വരുന്നതാണോ, അതോ കാലഘട്ടത്തെ ആവശ്യപ്പെടുന്ന തരത്തിൽ എഴുത്തുകാർ അതിനെ തയ്യാറാക്കുന്നതാണോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള എഴുത്തുകൾ ആളുകളിലോട്ട് റീച്ച് ആയിട്ടുണ്ടായില്ല ഇത്രയും കാലം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പൊ എന്റെ ബുക്കിന്റെ കൂടെ തന്നെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് രാംകു ആനന്ദ്യാക്കലിന്റെ ബുക്ക്. ആ ബുക്ക് ഇറങ്ങിയിട്ട് 3 വർഷമായി. അപ്പൊ 3 വർഷത്തോളം ആ ബുക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ അതിനെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എഴുതി വരുന്ന
ഒരിക്കലും അല്ലെങ്കിൽ ഈ രീതിയിൽ എഴുതണം, ഇങ്ങനെയൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ള ഇന്റൻഷനിലൊന്നും അല്ല എഴുതിയിട്ടുണ്ടായത്. എന്റെ ഫസ്റ്റ് ബുക്ക് നനയുവാൻ ഞാൻ കടലാകുന്നു എന്ന് പറയുന്നത് ഒരു മെമ്മറി കളക്ഷൻ ആണ്. ഈ ബുക്ക് എഴുതുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏത് മെമ്മറി കളക്ഷനിലും നമുക്ക് ഒരിക്കലും ഒരുപാട് സാഹിത്യം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതി ചേർക്കാൻ പറ്റില്ല. നമ്മൾ എഴുതുന്നൊരു നമ്മുടെ ഒരു ടോക്കിംഗ് ലാംഗ്വേജിൽ തന്നെ നമുക്ക് എഴുതാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാ മെമ്മറി കളക്ഷന്റെ ഒരു ലാംഗ്വേജ് അത് തന്നെയാണ്. അപ്പൊ ഞാൻ ആ ലാംഗ്വേജിൽ തന്നെയാണ് എഴുതി പോയിട്ടുള്ളത്. പൊതുവെ നോവലുകളിലേക്ക് വരുമ്പോഴാണ് ആളുകൾ കുറച്ചുകൂടി കടകെട്ടി സാഹിത്യത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് നോവൽസിലാണ് ഞാൻ, അല്ലെങ്കിൽ ചെറുകഥകളിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് എന്റെ റൈറ്റിംഗിൽ ഈ ഒരു വേ സ്വീകരിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ അറിയൂ ഒരു കാര്യം. വേറൊരു കാര്യം, ഞാൻ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ പല ബുക്കുകളും ഞാൻ വായിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മനസ്സിലാവാതെ നമ്മൾ ഒന്നുകൂടി റീറീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ വായന എനിക്കൊരു ഹോബിയാണ്. ഹോബി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളല്ലാതെ ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസം പോലെ നമ്മൾ ഹാർഡായിട്ട് അതിന്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയായിരുന്നു. ചില ബുക്ക് നമുക്ക് ഭയങ്കര ഹാർഡായിരിക്കും വായിക്കുന്നത്, എന്താണെന്ന് മനസ്സിലാണ് നമ്മൾ പിന്നെയും വായിക്കണം. ആ ഒരു കാര്യം വരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുകൂടെ, എന്തിനാണ് ഇത്ര ഇതായിട്ട്. അപ്പൊ ഓരോരുത്തരുടെ സ്റ്റൈൽ അതാവാം. അപ്പൊ ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, മലയാളം കൂട്ടി വായിക്കാൻ അറിയുന്ന എല്ലാവർക്കും ഈ ബുക്ക് വായിക്കാൻ പറ്റണം, അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഭാഷ ഇത് തന്നെയാണ്. ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയിട്ടുള്ള ഏറ്റവും നല്ല റൈറ്റിങ്സ് വന്നിട്ടുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുകളിലായിരിക്കും. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ടൈം എടുത്തിട്ട് എഴുതിയിട്ടുള്ളത് ഇൻസ്റ്റയിലാണ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ എഴുതുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തൊരു ലാംഗ്വേജ് ഇതേ ലാംഗ്വേജ് ആണ്. അപ്പൊ എനിക്കൊരു കിട്ടിയിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്, ഞങ്ങളായിട്ട് ഭയങ്കര കണക്ട് ആവാൻ പറ്റും. അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ലാംഗ്വേജ് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ ഒരു നോവൽ എഴുതുന്നതിന് മുന്നേ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരുപാട് എഴുതിയത് കൊണ്ട് തന്നെ എനിക്കത് ട്രെയിനിങ് സെഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. നമ്മുടെ ഇങ്ങനത്തെ ഒരു ലാംഗ്വേജിനും നമ്മുടെ യൂസ് ചെയ്യുന്ന വേർഡ്സിനെല്ലാം ആക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പം അതേ സാധനം നോവലിലോട്ട് അഡാപ്റ്റ് ചെയ്യാന്നുള്ള കാര്യമായിരുന്നു. ഇത് എഴുതുന്ന സമയത്ത് ഒരിക്കലും ഇതിന്റെ ഭാഷയെ കുറിച്ചൊന്നും ഞാൻ ഒട്ടും ബോധേഡ് ആയിരുന്നില്ല. എനിക്ക് എന്റെ അറിയുന്ന രീതിയിൽ ഇത് എഴുതാന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാനിത് എഴുതിപ്പോയത്. പക്ഷെ എഴുതി കഴിഞ്ഞ ശേഷമാണ് ഈ ഭാഷയെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, ഓഹോ ഇങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ ഇതിനെക്കുറിച്ചുകൂടെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ എനിക്ക് തന്ന ഒരു റിവ്യൂവിൽ എഴുതിയിട്ടുള്ള ഒരു റിവ്യൂ ഇതായിരുന്നു, സാധാരണക്കാരന്റെ ഭാഷയിലാണ് നിമ്ന പുസ്തകങ്ങൾ എഴുതുന്നത്, അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾക്ക് ഇത്ര സ്വീകാര്യത കിട്ടിയത്. അപ്പൊ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല, പക്ഷെ അതിനുശേഷം ഇത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. കാരണം ഇപ്പൊ പുതിയ എഴുത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇതൊരു പുതിയ എഴുത്താണ്. നമ്മുടെ ദേവരാജൻ മാഷ് പണ്ട് എഴുതിയ സിനിമാ പാട്ടുകൾ നോക്കിയത്, മാഷ മാട്ടനാണെന്ന് തോന്നുന്നു, ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ONV വളരെ ലളിതമായിട്ട് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു ഇത് സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത് ഈ ഒരു സമയത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റയിലോട്ട് വന്ന സമയത്ത് ഇപ്പൊ മാമിന്റെ സ്വാഗത പ്രസംഗത്തിൽ മാം പറയുണ്ടായി നമ്മൾ നമ്മുടെ സാങ്കേതിക വിദ്യകൾ മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ നിൽക്കുന്ന സമയത്ത് എനിക്കറിയായിരുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഏത് ആളുകളിലാണ് കൂടുതൽ ആക്സെപ്റ്റ് കിട്ടുക, അപ്പൊ അവരിലേക്ക് ഇത് എത്തിക്കാൻ എന്ത് ചെയ്യാന്നുള്ള ഒരു വേയിലാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പൊ ഇതൊരിക്കലും മനഃപൂർവ്വമുള്ളൊരു റൈറ്റിംഗ് അല്ല. ഇങ്ങനെയുള്ള റൈറ്റിംഗ്സ് ഒരുപാട് മുന്നേ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതുന്ന ഒരുപാട് എഴുത്തുകൾ ഒരുപാട് ബുക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ വായിക്കപ്പെടുക അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടിയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക, അവരത് വായിച്ച് കൂടുതൽ വായിക്കാൻ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചേഞ്ച്. ഈ ഒരു റൈറ്റിംഗ് പണ്ടും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ സാങ്കേതിക വിദ്യ ആ ഒരു റൈറ്റിങ്ങിനെ കുറച്ചുകൂടി മുൻപന്തിയിലോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഓക്കെ മാം, അടുത്തതായിട്ട് എഴുത്തുകാരി എന്ന നിലയിൽ ഇപ്പോൾ ഒരു നോവൽ പ്രസിദ്ധീകരിക്കേണ്ടതായി വരുമ്പോൾ ഒരു ലിംഗവിവേചനം എന്നുള്ള തരത്തിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ തന്നെ ഒരു പാട്രിയാർക്കി ബോധം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
ഓക്കെ, ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം സാഹിത്യ മേഖലയിലുള്ള ഒരാളായിരിക്കണം. ടു ബി ഫ്രാങ്ക്, എനിക്കിപ്പോഴും മലയാളത്തിലെ ഒരു റൈറ്റേഴ്സുമായിട്ടും യാതൊരു കോണ്ടാക്ട് അല്ലെങ്കിൽ ആ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇപ്പോഴും എന്റേതായിട്ടുള്ള നിലയ്ക്ക് സൈഡിൽ കൂടെ എഴുതി പോകുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോഴും എന്നെ ഒരു വലിയ എഴുത്തുകാരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഇടയിൽ പോയി നിൽക്കാനുള്ള ഒരാളായിട്ടും ഞാൻ എന്നെ കാണുന്നില്ല. എനിക്ക് വേണ്ടത് എന്റേതായിട്ടുള്ള ഒരു വഴി വെട്ടുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഒരു ഫൈറ്റ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വേറെ ആൾക്കാരായിട്ട് കൊളാബ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവേണ്ടി, അല്ലെങ്കിൽ മുൻനിരയായിട്ടുള്ള ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ആ ഒരു മേഖലയിൽ പോയി നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റിന് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനത് ഇപ്പൊ നമ്മളെ ചുറ്റും ആണുങ്ങൾ ഉണ്ടാവുന്ന സമയത്തല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ലൈക്ക് നമുക്ക് അവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു ജേർണിയിൽ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കതില് പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പലപ്പോഴും ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ മാധവിക്കുട്ടി ആണെങ്കിലും KR മീര ആണെങ്കിലും അവരുടെ ഒരുപാട് ഇന്റർവ്യൂസിൽ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിതിൽ കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല, ബിക്കോസ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ബട്ട് ജസ്റ്റ് ബിക്കോസ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ഇല്ലാന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് അനുഭവിച്ച ആളുകൾ പറയുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ഉണ്ടാവും. എനിക്ക് മെയിൻ ആയിട്ടും നേരിട്ടിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു അതൊരു പെൺകുട്ടിയല്ല, ഞാനൊരു ആൺകുട്ടി ആണെങ്കിൽ പോലും ഒരു പുതിയ റൈറ്റർ എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്ന കുറെ വിവേചനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. അപ്പൊ എന്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യായിരിക്കും തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു എഴുത്തുകാരാണോ എന്നുള്ള രീതിയിലുള്ള പരിഹാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്റെ പബ്ലിക്കേഷനും ഇതേപോലെ ഒരു മുൻനിര പബ്ലിക്കേഷൻ അല്ല, അവരുടെ ഫസ്റ്റ് ബുക്ക് ആയിരുന്നു എന്റെ ബുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ അടുത്തും എനിക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം നമ്മളൊരു ഫാമിലി പോലെയാണ് ആ ഒരു പബ്ലിക്കേഷനും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ്. അപ്പൊ ഞാനൊരു ഒരുപാട് റൈറ്റേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ പോയി നിൽക്കുമ്പോഴാണ് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ എത്തിപ്പെടാത്തത് കൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഈ ജേർണിയിൽ ഇതുവരെ ഞാനിത് ഫേസ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ എഴുതിയ ബുക്കിലാണെങ്കിലും എനിക്ക് വന്ന റിവ്യൂസിലൊന്നും ഒരിക്കൽ പോലും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാനിത് എഴുതി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പെൺകുട്ടി ഇത് എഴുതി എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആരോ ഒരാള് ഏതൊരു റിവ്യൂല് പറയുന്നുണ്ടായി, നിങ്ങൾ എപ്പോഴും സ്ത്രീപക്ഷമായിട്ട് മാത്രം സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം സ്ത്രീകളുടെ ഇഷ്യൂസ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പറയണം എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊരു വാലിഡ് അല്ലാത്തൊരു ആർഗ്യുമെന്റ് ആണ്. പക്ഷെ എന്റെ ബുക്കിലുള്ള അതിഥിന്റെ കൂടെ തന്നെ ആദിയുടെ കാര്യങ്ങളാണെങ്കിലും കണ്ണെന്നുള്ള ക്യാരക്ടറാണെങ്കിലും പുരുഷന്മാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. ജസ്റ്റ് ബിക്കോസ് അതൊരു വുമൺ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ഒരു കഥയാണ് എന്നുള്ളത് കൊണ്ട് അതിൽ പുരുഷന്മാർക്ക് പ്രാധാന്യം ഇല്ല എന്നുള്ള ഒരു രീതിയിൽ ഒരിക്കലും ആ ബുക്ക് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇൻവാലിഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ ഇതുവരെയുള്ള ജേർണിയിൽ ആ ഒരു സെപ്പറേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ബി ഞാനൊരു ലെവലിലോട്ട് മാറുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയേക്കും. ഓക്കെ, സിനിമകളിലെ പോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ എഴുത്തുകളിൽ ചില വാക്കുകളുടെ പരാമർശങ്ങളൊക്കെ തന്നെ അത് സെൻസറിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ അത് ചിലപ്പോൾ നിരോധിക്കപ്പെടാറുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അത് വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിമർശനങ്ങൾ അല്ലെങ്കിൽ ബാൻ ചെയ്യലുകൾ ഓരോ എഴുത്തുകാരിൽ ബോധപൂർവം തൻ്റെ എഴുത്തിൽ നിന്നും പുറകോട്ട് വലിക്കാൻ അല്ലെങ്കിൽ സ്വാഭാവികമായി വരുന്ന എഴുത്തിൽ നിന്നും മാറ്റി ഒന്നും കൂടെ വിജിലന്റായി എഴുതാൻ ശ്രമം നടത്താറുണ്ടോ? ഇപ്പം ഞാൻ ആകെ 2 പുസ്തകം എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഒരു ബുക്ക് മെമ്മറി കളക്ഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് അതിൽ അങ്ങനെ ലൈക്ക് കോൺഷ്യസ് ആയിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. സെക്കൻഡ് ബുക്ക് എഴുതിയ സമയത്ത് ഇങ്ങനെ എഴുതി വന്ന സമയത്ത് എനിക്ക് എന്താണോ പറയാനുള്ളത്, അതിനെന്താണോ ആവശ്യം, ആ രീതിയിലാണ് ഞാൻ ഈ ബുക്ക് എഴുതിയിട്ടുണ്ടായത്. അപ്പൊ ഈ ബുക്കിന്റെ എഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഇതിന്റെ എഡിറ്റർ പബ്ലിക്കേഷൻ ഉണ്ടായ ആൾ എന്റെ അടുത്ത് ചോദിക്കേണ്ടായി, അതിഥിയും ശരണും തമ്മിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പൊ എന്തുകൊണ്ട് അതിൽ അങ്ങനെ ഒരു സീൻ നമ്മൾ പറയുന്നില്ല? അപ്പൊ അതിൽ ജസ്റ്റ് ഒരു കിസ്സിങ് സീൻ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ലൈക്ക് ഇപ്പം വേറെ രീതിയിലുള്ള ഒരു അവതരണോ അല്ലെങ്കിൽ അവർ തമ്മിൽ നടക്കുന്ന ഒരു ഇന്റിമേറ്റ് സീനിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നും ഈ ഒരു ബുക്കിൽ കൊടുത്തിട്ടില്ല, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പൊ അത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ഫസ്റ്റ് എനിക്ക് 2 ആൻസർ ആണുള്ളത്. ഒരു ആൻസർ എന്ന് വെച്ചാൽ
അങ്ങനെ ഒരു സീൻ എഴുതാനുള്ള ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്റെ റൈറ്റിംഗിൽ എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊരു കാര്യം എഴുതുന്ന സമയത്ത് നമുക്കത് എഴുതി വൃത്തിയിൽ ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. അപ്പൊ അത് എഴുതി 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 തഴക്കം വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ മാധവിക്കുട്ടിയൊക്കെ അങ്ങനത്തെ ഒരു സീൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഞാനത് എഴുതുന്ന സമയത്ത് എനിക്കത് ഭയങ്കര, ഞാനത് കുത്തി വരയ്ക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്റെ റൈറ്റിംഗിൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. മേ ബി എന്റെ ഒരു 30s 40s എനിക്കത് വരുമായിരിക്കും. ഇപ്പൊ എനിക്കില്ല എന്നുള്ളത് ഒരു റീസൺ. അതുകൊണ്ട് ഞാനിത് കൊടുത്തില്ല എന്നുള്ളത്. വേറൊരു കാര്യം, കഥ അത് ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പം നമുക്ക് 2 ഫിലിം, ഫോർ എക്സാമ്പിൾ ഫിലിം എടുക്കുവാണെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാന്റെ ഒരു സീതാറാം എന്നുള്ള ഒരു മൂവി ഉണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. പക്ഷെ ആ ലവ് സ്റ്റോറി കണ്ടു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡെപ്തും അല്ലെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രണയമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ടോവിനോടെയും അവരുടെയൊക്കെ ഒരു പടം. ആ പടത്തിൽ വരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടും പ്രണയമാണ്. രണ്ടും പ്രണയത്തിന് നമുക്ക് 2 രീതിയിൽ വേണമെങ്കിലും ആവിഷ്കരിക്കാം. അപ്പൊ ഇത് വന്നാൽ മാത്രമേ ആ പ്രണയം നമുക്ക് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നില്ലല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് അവിടെ ആ ഒരു സീനിന്റെ ആവശ്യകത തോന്നിയിട്ടില്ല. കഥ അത് നീട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ല. അത് എഴുതാതെ തന്നെ അതിഥിയും ശരണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എനിക്ക് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആദ്യ രീതി ചൂസ് ചെയ്തു എന്നുള്ളൂ. അതേ സമയത്ത് ഇതില് പെൺകുട്ടികളെ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാനാണെങ്കിലും ഗേ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതിലാണെങ്കിലും എനിക്കതിലൊരു എന്നെ ലിമിറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എന്റെ എഴുത്തിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിലാണെങ്കിലും എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എഴുതും. എനിക്കത് വൃത്തിയിൽ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എഴുതും. അതിൽ എനിക്കിപ്പം ഞാൻ ആരെയും ബോധർ ചെയ്യുന്നില്ല. ഇപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊരിക്കലും ഞാൻ ബോധർ ചെയ്യുന്നില്ല. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് അത് എഴുതും. പക്ഷെ അതല്ലാതെ ഇതിപ്പം ആൾക്കാർ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലെങ്കിൽ ഇത് ആൾക്കാർ വായിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നീഡാന്നുള്ള രീതിയിൽ ഫോഴ്സ്ഫുള്ളി അതൊരിക്കലും ഞാൻ എന്റെ കഥയിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥയുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ അത് കൊണ്ടുവരുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഓരോ റൈറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവരത് എഴുതാൻ കേപ്പബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ അതിന് കേപ്പബിൾ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സീൻ എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഇത് വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ഞാൻ എഴുതി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പേടിയോ അല്ലെങ്കിൽ ആവിഷ്കാരത്തിന്റെ മേലുള്ള പ്രശ്നമാവും എന്നുള്ള പേടിയൊന്നുമില്ല. എനിക്ക് ആ കോൺഫിഡൻസ് ഉള്ളപ്പോൾ ഓഫ് കോഴ്സ് ഞാനത് എഴുതും. ഓക്കെ, അടുത്തതായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നോവൽ ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രണയം എന്നൊരു വിഷയമാണ് നമ്മൾ നോവൽ എഴുതാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ തന്നെ പല വിഷയങ്ങൾ വരുന്നുണ്ട്. അതായത് കുടുംബ ബന്ധങ്ങളിലെ പ്രണയം, ക്ലാസ് മുറികളിലെ പ്രണയം, അത് അത്തരത്തിൽ പല തലങ്ങളിൽ ആ പ്രണയത്തിന്റെ തന്നെ പല തലങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും എഴുതുന്നത്. അപ്പം ഈ പ്രണയങ്ങളെയും ഒപ്പം അത്തരത്തിലുള്ള ഒരു എഴുത്തിലെ മാറ്റം പുതിയ എഴുത്തുകളിൽ കടന്നു വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഒരു വിഷയത്തിൽ തന്നെ പല കാര്യങ്ങൾ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കാതെ പല വിഷയങ്ങളുടെ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ പല വിഷയങ്ങൾ കൂടിച്ചേരുന്ന അത്തരത്തിൽ പുതിയ നോവലുകൾ ഒരു മാറ്റം ഉള്ളതായി കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പ്രണയം എന്നുള്ളൊരു ടോപ്പിക്ക് മാത്രമായിട്ട് വരുന്ന പുസ്തകങ്ങളല്ല ഇപ്പം വരുന്ന ബുക്കുകൾ. ഇപ്പം എന്റെ ബുക്കിലാണെങ്കിലും പ്രണയം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ലൈക്ക് ഇപ്പൊ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു പ്രണയമാണ്, അവനവനോട് തന്നെയുള്ള പ്രണയം എന്ന് പറയുന്നതും ഒരു പ്രണയമാണ്. അപ്പം ആ തരത്തിൽ ഇപ്പം ഈ പുതിയ ജനറേഷനിലെ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ടുള്ള ബുക്കുകളിൽ എനിക്ക് തോന്നിയില്ല അതിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം പ്രണയം മാത്രമാണെന്ന്. പിന്നെ എല്ലാത്തിലും ആത്യന്തികമായിട്ടൊരു പ്രണയം ഉണ്ടാവും. അതിപ്പം ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയം എന്ന് പറഞ്ഞൊരു വേർഡിന് നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനെ ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് അല്ല. ആ ഡെഫിനിഷന്റെ ഈ ഒരു വളരെ വലിയ വിശാലമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അത്. അതിനെ നമ്മൾ ജസ്റ്റ് ഒരു വേർഡിൽ ഒതുക്കി തീർക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ആണിന് പെണ്ണോട് ഒന്നൊരു വികാരത്തിന്, അതിപ്പം ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പ്രണയം, ഈ രണ്ടൊരു ക്രൈറ്റീരിയ മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ അതല്ലാതെ അതിനിടയിൽ വരുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ടാഗ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറയിലെ എഴുത്തുകളാണെങ്കിലും പ്രണയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന്. ഇപ്പൊ എന്റെ ഒരു പുസ്തകത്തിലാണെങ്കിലും ഞാൻ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രണയമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ടോക്സിക് പാരന്റിങ് ഉണ്ട്, ഗേ റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്.
ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ അഖിലിന്റെ നോവലാണ് പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള എനിക്കിപ്പോ ഓർമ്മ വരുന്ന ഒരു ബുക്ക്. ആ ബുക്കിലാണെങ്കിലും വളരെ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വേറെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിന്റെ എൻഡിൽ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതുന്ന ഒരു കാര്യമാണെങ്കിലും ആൾക്കാർക്ക് റിലേറ്റബിൾ ആവണം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് എന്ന് പറയുമ്പോൾ അതിൽ ഓഫ് കോഴ്സ് പ്രണയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകളിൽ പ്രണയം കടന്നു വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുതിയ ജനറേഷൻ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ്. അവർ കുറച്ചുകൂടി വിശാലമായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിന് ശരിക്കും നമുക്ക് ആൻസർ പറയുകയാണെങ്കിൽ ഒരു 3 years 5 years കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോഴാണ് പുതിയ ആൾക്കാർ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് ഓക്കെ നമ്മൾ സാഹിത്യപരമായിട്ട് തന്നെ എഴുതണമെന്നില്ല, നമുക്ക് ഏത് രീതിയിൽ നമുക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്നും അതിന്റെ പബ്ലിഷിംഗ് സാധ്യതകളെ കുറിച്ചിട്ടും അതൊരാൾക്ക് മാത്രം വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് അവരെങ്ങനെ രീതിയിൽ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ റൈറ്റിംഗിൽ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അത് ഇന്നൊരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന്. ഓക്കെ, മിക്ക എഴുത്തുകളിലും ഭാഷ നമ്മൾ കണ്ടുമറന്ന ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ മനുഷ്യന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ സംസാര ഭാഷയെ പോലെ ഉള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള അവതരണം ജനപ്രിയമാക്കാൻ വേണ്ടി നമ്മുടെ പുതിയ എഴുത്തുകളെ സ്വാധീനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പഴയ എഴുത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ശീലിച്ചു വന്ന ക്ലാസിക് കൃതികളിലെ എഴുത്ത് തന്നെ വേണമെന്ന രീതിയൊക്കെ മാറിയിട്ട് ഇത്തരത്തിൽ എഴുതിയാൽ കൂടുതൽ ആളുകൾക്ക് അത് ജനപ്രിയമാകും എന്നൊരു തോന്നൽ ഇപ്പം കടന്നു വരുന്നതായിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുതുന്നതെങ്കിൽ ഒന്നുകൂടെ ജനപ്രിയമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരത്തിലാണോ മാറേണ്ടത്? അതായത് ശരിക്കും പറഞ്ഞാൽ ഭാഷയുടെ തീവ്രമായ അവതരണത്തിനേക്കാളും പ്രധാനം ആശയത്തെ വളരെ സിമ്പിളായ രീതിയിൽ അവതരിപ്പിക്കുന്നതല്ലേ കൂടുതൽ ഉചിതമായി തോന്നുന്നത്? അതിന് മാമിന്റെ അഭിപ്രായം? ഓക്കെ, എനിക്ക് ഇത് ആക്ച്വലി ഒരു റീഡേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് അതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം റീഡേഴ്സിനെ സംബന്ധിച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റീഡേഴ്സ് ഉണ്ട്. ഇപ്പം പുതിയതായിട്ട് വായിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇപ്പം ആദ്യമായിട്ട് ഒരു ബുക്ക് എടുക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഒരിക്കലും വലിയ വലിയ സാഹിത്യ കൃതികൾ അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം, ഇപ്പൊ ഫസ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് ഖസാക്കിന്റെ ഇതിഹാസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. ആ റീഡിങ്ങിനോടുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റീഡിങ്ങിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടേ മാറിപ്പോകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ പുസ്തകങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നു റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. കാരണം ഇങ്ങനെയുള്ള ബുക്ക് വായിക്കുന്ന സമയത്തൊക്കെ ഇത്ര സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു ധാരണ ഉണ്ട് ബുക്ക് വായിക്കുന്ന ആളുകളെല്ലാം ഭയങ്കര ബുദ്ധിജീവികളാണ്, അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റി നിർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വായന നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ യൂത്തിന് വായന ഇല്ല എന്ന് പറയുമ്പോൾ വായനയുണ്ട്, പക്ഷെ അവർ ഒരുപാട് വായിക്കുന്നത് ഇംഗ്ലീഷ് നോവൽസ് ആണെന്നുള്ളൂ. ഈ അടുത്ത് ഞാൻ ട്രിവാൻഡ്രം പാളയം ബസ് സ്റ്റാൻഡ് ഉണ്ട്, പാളയം സ്റ്റാൻഡ്, അവിടെ നമുക്ക് ഇങ്ങനെ ബുക്സ് കൊടുക്കുന്ന ഒരു സെൽ ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. അവിടെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ വിറ്റിരുന്നത് ഇംഗ്ലീഷ് ബുക്സുകളായിരുന്നു. കാരണം യങ്സ്റ്റേഴ്സ് വന്നിട്ട് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇംഗ്ലീഷ് ബുക്സുകളാണ്, മലയാളം ബുക്ക് ഇങ്ങനെ അവർ പ്രിഫർ ചെയ്യാറില്ലാതെ. അതിനർത്ഥം അവർ വായിക്കുന്നില്ല എന്നല്ല, അവർ വായിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ചോയ്സസ് ഡിഫറെന്റ് ആയിരുന്നു. കാരണം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ബുക്സുകൾ മലയാളത്തിൽ അധികം വന്നിട്ടുണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ പോലും അത് ആളുകളിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അവിടെ അവർ ആദ്യമായിട്ട് വിറ്റ മലയാളം ബുക്ക് എന്റെ അഖിലിന്റെയും ബുക്ക് ഒരിക്കലും ആണെന്ന് അയാൾ പറയണ്ടായി. അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി. ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷന് ഞാനതൊരു കുറ്റമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ പലർക്കും മലയാളം അത്ര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ വായിക്കാനൊക്കെ അറിയാത്തൊരു പ്രശ്നമുണ്ട്. അവര് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു സിസ്റ്റം അതായതുകൊണ്ട് ഇംഗ്ലീഷ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ മലയാളം വായിക്കാൻ പോലും അറിയാത്തവരായിട്ട് നമ്മുടെ ഒരു ജനറേഷൻ മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് അവരുടെ ഇടയ്ക്ക് അവർക്ക് കുറച്ചുകൂടി ഈസി ആൻഡ് കംഫർട്ടബിൾ ആവുന്നത് ഇംഗ്ലീഷ് റീഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഒരു പോപ്പുലർ ഫിക്ഷൻ എന്നുള്ള ഒരു മേഖല നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ചേതൻ ഭഗത്തിന്റെ ബുക്സ് ഒക്കെ ആണെങ്കിൽ അതിന് വലിയൊരു സ്വീകാര്യത ഉണ്ട്. കാരണം അത് എല്ലാവർക്കും വായിക്കാൻ പറ്റും. ഇപ്പൊ ഇന്നൊരു സോക്കോൾ റീഡറിനല്ലാതെ എല്ലാവർക്കും ആ ബുക്ക് വായിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും അക്സെപ്റ്റ് ആവുന്ന എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ അടുത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള കൂളൻ ഹൂവറിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഇറ്റ് ഓൾ എൻഡ് വിത്ത് us, ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് us. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ്, വലിയൊരു പ്രമേയം ഒന്നും അത് ചർച്ച ചെയ്യുന്നില്ല. ബിക്കോസ് അതിന്റെ ലാംഗ്വേജ് ഭയങ്കര സിമ്പിൾ
സിമ്പിൾ ആണ്, അത് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു സ്വീകാര്യത വരുന്നത്. ഇന്ത്യയിൽ വരെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഞാൻ എന്റെ ബുക്ക് എഴുതുമ്പോൾ എനിക്ക് ആ ഒരു തോട്ട് ഉണ്ടായിട്ടില്ല. എഴുതി കഴിഞ്ഞ് ഞാൻ മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു ബുക്ക്, ഇപ്പം ചേതൻ ഭഗത്തിന്റെ ബുക്സുകൾ, കൂളൻ ഹൂവറിന്റെ ബുക്സുകൾ നമ്മുടെ സൊസൈറ്റിയിൽ വായിക്കപ്പെടുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ബുക്കും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇങ്ങനത്തെ ബുക്കുകളോട് അവർക്ക് ഇഷ്ടമില്ലായിട്ടല്ല, ബുക്ക് വായിക്കാൻ അവർക്ക് ഇഷ്ടമില്ലായിട്ടല്ല, അവർക്ക് സിമ്പിൾ റീഡിങ്ങിനുള്ള ബുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയയിൽ ഒരു 6 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ഇങ്ങനെ നമ്മളൊരു കണ്ടന്റ് ഓഡിയൻസിലേക്ക് എത്തിക്കണം, ഏത് രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഞാൻ ഈ ബുക്കിനെ മാർക്കറ്റ് ചെയ്ത സമയത്ത് ആളുകൾ എടുക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അപ്പം അതേ സമയത്ത് ഇത് വായിച്ചിട്ട് ഒരുപാട് ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ വലിയൊരു അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താ ഫാസ്റ്റ് ഫുഡ് പോലെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണിത്, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫേ സ്പോയിൽ ആവുന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇത്രയും കാലം ആളുകളുടെ പ്രശ്നം യങ് ജനറേഷൻ വായിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ ഇവർക്ക് ആക്സെപ്റ്റ് ആവുന്ന ബുക്കുകൾ യങ് ജനറേഷൻ വായിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടാവണം എന്നാണ്. ഇപ്പൊ ഞാനൊരു റൈറ്റർ ആണെന്ന് വെച്ചിട്ട് ഞാൻ വളരെ കടുകട്ടി സാഹിത്യങ്ങളോ അങ്ങനത്തെ ബുക്ക് ഞാൻ വായിക്കാറില്ല. എനിക്കറിയാം എനിക്ക് എന്താണ് ഇഷ്ടമാവുക, ഏത് ടൈപ്പ് ഓഫ് ബുക്കാണ് എനിക്ക് ഇഷ്ടമാവുക എന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ ആ ബുക്ക് വാങ്ങിക്കാറുള്ളൂ. ജസ്റ്റ് ബിക്കോസ് ഒരു ബുക്ക് പോപ്പുലർ ആണെന്നുള്ളതെങ്കിലും എനിക്കറിയാം ഈ ബുക്ക് എന്റെ ടേസ്റ്റ് ആണോ നോക്കി മാത്രമേ ഞാൻ ആ ബുക്ക് വായിക്കുള്ളൂ. അപ്പൊ വായനയിൽ എല്ലാവർക്കും അവരുടെ ചോയ്സസുകൾ ഉണ്ടാവണം. നിങ്ങൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ടൈപ്പ് ബുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുക, ഏത് ലാംഗ്വേജിൽ വരുന്ന ബുക്കായിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പഠിക്കാവുന്നതാണ്. ഇപ്പൊ എന്റെ ബുക്ക് വായിച്ചു തുടങ്ങി 1 മാസം കൊണ്ട് വലിയ വലിയ സാഹിത്യ കൃതികൾ വായിച്ചിട്ടുള്ള ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, ബിക്കോസ് ഞങ്ങൾ വായന സ്റ്റാർട്ട് ചെയ്തത് ഇതിലാണ്. അപ്പം ഇങ്ങനത്തെ ലാംഗ്വേജിൽ എഴുതുന്ന ബുക്കുകൾ ഒരിക്കലും സാഹിത്യ സൃഷ്ടിക്ക് ഒരു ത്രെട്ടോ കാര്യങ്ങളോ ഒന്നല്ല. എനിക്ക് തോന്നുന്നു 2 രീതിയിലുള്ള എഴുത്തുകൾ ഉണ്ടാവണം. നമ്മുടെ മലയാളത്തിൽ ഇപ്പം ചേതൻ ഭഗത്തിന്റെ ഒക്കെ ബുക്ക് ഹിന്ദിയിൽ വിറ്റ പോലെ നമ്മുടെ മലയാളത്തിൽ ആ ഒരു ട്രെൻഡ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ വളരെ കടുകട്ടിയുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ നെയിം ടാഗ് ചെയ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പൊ എന്റെ ആണെങ്കിലും മക്കളുടെ ബുക്സ് ആണെങ്കിലും ഒരിക്കലാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശയം പറഞ്ഞുകൊണ്ട് സിമ്പിൾ ലാംഗ്വേജിൽ മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാലം ആ സാഹിത്യം കൈയടക്കി വെച്ചിരുന്ന ആളുകൾക്ക് ഓഫ് കോഴ്സ് ഒരു പ്രശ്നം ഉണ്ടാവും, ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം വായിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ബുക്കുകളും വിറ്റ് പോകുമ്പോൾ അവരുടെ ഒരു റീഡിങ് കാര്യത്തിനെ വരെ അത് എഫക്ട് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അവിടെ വരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ തരത്തിലുള്ള ബുക്ക് ഉണ്ടാവട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 2 രീതി അല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ വരട്ടെ, അതിന് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരത് വായിക്കട്ടെ. അപ്പം എഴുത്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്നൊരു രീതിയിൽ മാത്രമേ എഴുതാവൂ, ഇന്നത് മാത്രം ആവണം എന്നില്ല. ഇപ്പൊ കടുകട്ടി സാഹിത്യങ്ങൾ എഴുതുന്ന ബുക്കിലും ആസ്വാദകർ ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ള റൈറ്റേഴ്സും ഉണ്ടാവണം. അതേപോലെ ഇപ്പൊ ഞാൻ എഴുതുന്ന പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം ആ രീതിയിലുള്ള ബുക്കുകളും വരട്ടെ. എല്ലാവർക്കും പരസ്പരം ബഹുമാനിക്കാനും ഓരോരുത്തരുടെ ചോയ്സസിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ മാനിക്കാനും പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു സൊസൈറ്റി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന് പോലും റെലവൻസ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നാണ്. അപ്പൊ എല്ലാവർക്കും അവരുടെ റീഡിംഗ് ചോയ്സസ് ഉണ്ടാവണം, എല്ലാ രീതിയിലുള്ള എഴുത്തുകളും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇന്ററാക്ഷൻ സെഷനാണ്. എല്ലാവരുടെയും ചോദ്യങ്ങൾ ചോദിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കമന്റ് ബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഐശ്വര്യയാണ് ഇട്ടേക്കുന്നത്. വായനക്കാർക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ ഒരു സിനിമാറ്റിക് ദൃശ്യഭംഗി എഴുത്തിൽ ഉൾച്ചേർക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ പ്രധാന സവിശേഷത. അങ്ങനെ എഴുതിയപ്പോൾ ഭാഷ, ശൈലി, ഘടന എന്നിവയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ?
ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബുക്ക് എഴുതുന്ന സമയത്ത് സിനിമ എന്നുള്ള ഒരു സാധനം എന്റെ മൈൻഡിലേ ഇല്ല. ഞാൻ ഫിലിംസ് കാണും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സിനിമ കാണുന്ന പോലെ എഴുതുക എന്നുള്ള ഒരു കാര്യം ഒരിക്കലും എൻ്റെ ഒരു മൈൻഡിലേ ഇല്ലാതെയാണ് ഞാനിത് എഴുതിയത്. എനിക്ക് എഴുതാൻ അറിയുന്ന ഒരു ഭാഷ ഇതായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് പണ്ട് എഴുതാറ് എന്നുള്ളൊരു കാര്യത്തിൽ. പിന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യം, ഓക്കെ, അതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പണ്ടേ ഇപ്പം നമ്മൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സിൽ ഫ്രീ പീരീഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ചെയ്യുന്ന ഒരു ഗെയിം ഉണ്ട്. നമ്മൾ എല്ലാവരും കണ്ണടച്ചിരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരു 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 സിറ്റുവേഷൻ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഡീപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം അത് ഭയങ്കര രസമായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, അതിലിപ്പം ഞാൻ കാണുന്ന ഒരു ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ കഥ പറയുമ്പോൾ ഞാൻ കാണുന്ന വിഷ്വൽ ആയിരിക്കില്ല വേറൊരാൾ കാണുക. അത് ഭയങ്കര ഡിഫറെന്റ്, പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ വെറുതെ റാൻഡായിട്ട് കളിച്ചു പോയിട്ടുള്ള ഒരു ഗെയിമാണ്. പക്ഷെ ആ ഗെയിം എന്നെ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സമയത്തും ഞാനായിരുന്നു സ്റ്റോറി ടെല്ലർ. അപ്പൊ ഞാനായിരുന്നു ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം കണ്ണടച്ചിരുന്നിട്ട് അവരിങ്ങനെ വിഷ്വലൈസ് ചെയ്യും ഈ കാര്യങ്ങൾ. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന വിഷ്വൽസ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആളുകൾക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാതെ. അപ്പൊ ആ ഒരു വിഷ്വലൈസിങ് പവർ ഞാൻ നോർമലി എഴുതുന്ന എന്റെ എല്ലാ റൈറ്റിങ്ങിലും വരാറുണ്ട്. എനിക്ക് അങ്ങനെ എഴുതാൻ അറിയും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അതെനിക്കൊരു ഫോഴ്സ്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ അത് സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ടോ ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ നോർമലി വരുന്ന റൈറ്റിംഗിന് ഞാൻ മാറ്റി പിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കോൺഷ്യസ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്റെ ബുക്ക് വായിച്ചാൽ അറിയാം, അതിഥിനെ കാണാൻ എങ്ങനെയാണ്, ശരണിനെ കാണാൻ എങ്ങനെയാണ്, സാക്ഷിനെ കാണാൻ എങ്ങനെയാണെന്നുള്ള യാതൊരു ഡിസ്ക്രിപ്ഷനും ഈ ബുക്കിലില്ല. ഒരാളുടെ ബോഡിനെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ടോ നമ്മൾ എവിടെയും കമന്റ് ചെയ്യുന്നില്ല. അപ്പോ അതിന് കാരണം എന്ന് വെച്ചാൽ, ഞാൻ പല ബുക്സുകളും വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇടതൂർന്ന മുടിയുള്ള ആള്, അല്ലെങ്കിൽ കറുത്തിട്ടുള്ള ആള്, വെളുത്തിട്ടുള്ള ആള്, മെലിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ളതിൽ ഒരു പേഴ്സണ് ഒരു ബോഡി ഇമേജ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പേഴ്സണെ നമ്മള് വിഷ്വലൈസ് ചെയ്യേണ്ടത് ആ പേഴ്സന്റെ ക്യാരക്ടേഴ്സ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അതിഥി എന്ന് പറയുമ്പോൾ ഇത് വായിച്ചിട്ടുള്ള 100 പേരുണ്ട്, 100 പേരിലെ മനസ്സിൽ അതിഥി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ മൈൻഡിൽ അതിഥി മേ ബി കുറച്ച് ചബ്ബി ആയിട്ടുള്ള ഒരു ഗേൾ ആയിരിക്കാം. ചില ആൾക്കാർക്ക്, ഇപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ എനിക്ക് ഒരിക്കലും ഒരു ബോഡി ഇമേജ് വെച്ചിട്ട് ഒരു ക്യാരക്ടറിന് ഒരിക്കലും കൊടുക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം ആവാന്ന് പറയുന്ന ഒരു കാര്യത്തില് എനിക്ക് ഒട്ടും അത് കൺവിൻസിങ് ആവാത്തൊരു കാര്യം. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരുടെ മൈൻഡിലും ഒരു അതിഥി ഉണ്ടാവും, അവര് കണ്ടിട്ടുള്ള ഒരു അതിഥി ശരണൊക്കെ ഉണ്ടാവും. ഞാനതൊരു ഫിലിമിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഞാനൊരു ഫിസിക്കൽ അപ്പിയറൻസ് അവർക്ക് കൊടുക്കുവാണ്. അതെനിക്ക് ഒട്ടും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ആയിട്ടില്ല. നമുക്ക് നോക്കാം അതെങ്ങനെ വരും എന്നുള്ളത്. പക്ഷെ എനിക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യം, നമ്മൾ ആ ഒരു സോക്കോൾഡായിട്ട് നമ്മൾ വരുന്ന ഒരു റൈറ്റിംഗ് ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും അവരുടേതായിട്ടുള്ള വിഷ്വലൈസ് ചെയ്തിട്ട് ഈ കഥ വായിക്കുന്ന സമയത്ത് വായനയിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ മൈൻഡും കൂടെ ഒരുപാട് വർക്ക് ആവും, ഭയങ്കര ഇൻവോൾവ് ആവും. അപ്പൊ നിങ്ങൾ അവരുടെ ഹോസ്റ്റൽ റൂം ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരുടെ മൈൻഡിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു റൂം ആയിരിക്കും നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ഫേസ് ആയിരിക്കും. അപ്പൊ ഒരേ കഥാപാത്രം 100 ആളുകളിൽ 100 ഡിഫറെന്റ് വേർഷനിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൈറ്റിങ്ങിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെന്റെ ബുക്കിൽ മനഃപൂർവ്വം കൊണ്ടുവരാൻ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു സിനിമാറ്റിക് എന്നുള്ള ഒരു കാര്യത്തില് സിനിമ ഒരു എലമെന്റ് ഒരിക്കലും എന്റെ മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതെന്നെ അധികം ബോധർ ചെയ്തിട്ടില്ല. താങ്ക് യു മാം. അടുത്തതായിട്ട് അഞ്ജന എന്ന് പറഞ്ഞ ഒരാളുടെ ക്വസ്റ്റ്യൻ ആണ്. എഴുത്തുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? അതുപോലെ മനസ്സിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സാഹിത്യകൃതി ഏതാണെന്ന് ഒന്ന് പറയാമോ? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ കുറെ അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറയല്ലോ, നമ്മള് ഒരിക്കലും നമ്മൾ വളരെ റാൻഡായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മളൊരു ഭയങ്കര പാഷനായിട്ട് നമ്മളൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത കുറെ എക്സ്പീരിയൻസ് നമുക്ക് കൊണ്ടുതരും എന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചത് എന്റെ ഈ ബുക്കിൽ നിന്നാണ്. അപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്നത്, ഞാൻ എന്റെ വീട്ടില് സോഫയിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഇത് ഇങ്ങനെയൊക്കെ ആവുന്നൊന്നും അധികം ഒന്നും വിചാരിക്കാതെ അങ്ങ് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബുക്ക് എഴുതുമ്പോൾ എന്റെ മൈൻഡിൽ ഉണ്ടായ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം,
കാര്യം, ഇത് വായിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്റെ ഏജിലുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആ ഒരു ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ബുക്ക് ഇറക്കുന്നത്. ഒരു 18 മുതൽ 30 വരെയുള്ള ആളുകൾക്ക് ഈ ബുക്ക് ഇഷ്ടാവും എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ബുക്കിന്റെ സക്സസ് കണ്ടപ്പോഴും ഒരു സ്റ്റേജ് വരെ ഞാൻ വിചാരിച്ചത് എന്തോ ആ രീതിയിൽ തന്നെയാണ് ഇത് വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. പക്ഷെ എന്നെ വളരെ സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ബുക്ക് വായിച്ചിട്ട് എനിക്ക് വരുന്ന ഇപ്പൊ കുറെ കാലമായിട്ട് വരുന്ന മെസ്സേജസ് എല്ലാം എബോ 40-50 ഉള്ള ആളുകളാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഒരുപാട് വീട്ടമ്മമാര് അവരിങ്ങനെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആണ്. അപ്പൊ അത് എഴുതി കഴിഞ്ഞ എഴുത്തുകാരിൽ നിന്ന് സ്വതന്ത്രമാണ്. അതിന് പിന്നെ വായനക്കാര് നൽകുന്ന ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാനൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുകയുണ്ടായി. അത് റിട്ടയർഡ് ആയ ടീച്ചേഴ്സ് ഈ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. എന്റെ പേരെന്നോട് വിട്ടുപോയി. അപ്പൊ ആ കൂട്ടായ്മയിൽ അവരെ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയായിരുന്നു ഒരു ബുക്കിന്റെ ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഫോൺ വിളിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ എല്ലാ രീതിയിലും അത് കൺവേ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എന്റെ ബുക്കിന്റെ റിവ്യൂ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടില്ല. പക്ഷെ ആ ഒരു മൊമെന്റിൽ ആ ഒരു സ്പേസിൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാം 50 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ്. അവര് റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ പാരന്റ്സിന് കുറെ പേരുണ്ട്, ഒരു 100 പേരോളം ആളുകളുണ്ട്. അപ്പൊ ഇവരൊരു 10 പേര് വന്നിട്ട് ഈ പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ അവരിങ്ങനെ ഓരോ പോയിന്റും എടുത്തെടുത്ത് പറയാണ്. അപ്പൊ അവർക്ക് ഞാൻ വിചാരിച്ചു ഇത്ര ഒരു ഏജ് ഗ്രൂപ്പിന് മാത്രമേ ഇത് കണക്ട് ആവൂ എന്ന് വിചാരിക്കുന്ന സമയത്ത് അതിലും അപ്പുറം ഈ ബുക്ക് സഞ്ചരിക്കുകയാണ്. അപ്പൊ അവർ ആ ബുക്കിന്റെ റിവ്യൂ പറഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി. കാരണം ഇതൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഇത്രയും ഒരു റീച്ച് ഇതിന് കിട്ടും അല്ലെങ്കിൽ ഇത്രയും ആക്സെപ്റ്റൻസ് ഇതിന് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പൊ അവിടുന്ന് ഒരു ടീച്ചർ പറഞ്ഞൊരു കാര്യം ഉണ്ടായി, എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. ഈ സമയത്ത് ആദ്യമായിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു ട്രിപ്പ് പോകാനുണ്ടായത്. ട്രിപ്പ് പോയ സമയത്ത് ഇവര് രാത്രി ഇങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് പിറ്റേന്ന് തിരിക്കണവർക്ക് ഇപ്പൊ രാത്രി ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഒരു ടീച്ചർ വേറൊരു ടീച്ചറോട് ചോദിച്ചു, ഈ ബുക്ക് വായിച്ച ശേഷം കേട്ടോ അവർ പോകുന്നത്, നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നീ എപ്പോഴെങ്കിലും രാത്രി ആകാശം കാണുമ്പോ ആകാശം ഇങ്ങനെയാ കടൽത്തീരത്ത് കിടന്നിട്ട് ആകാശം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരെല്ലാരും പറഞ്ഞു ഇല്ലാന്ന്. അപ്പോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് നമുക്കുള്ളത്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് രാത്രി ഒരു കടൽത്തീരത്തിരുന്ന് ആകാശം കാണുക എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം 50 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് അവർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നി. ഇവരെല്ലാരും കൂടി അന്നൊരു ഓട്ടോ പിടിച്ച് കടൽത്തീരത്ത് പോയിട്ട് കമന്ന് കിടന്ന ആകാശം കണ്ടു. അവിടുന്ന് അവർ കരഞ്ഞു എന്ന് അവർ പറയണ്ടായി. ബിക്കോസ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വളരെ ചെറുതെന്ന് തോന്നി നെഗ്ലക്ട് ചെയ്ത് വിടുന്ന കാര്യങ്ങള് നമ്മുടെ ലൈഫിനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അവര് ആകാശം കണ്ട കഥ പറയുമ്പോൾ അവരും ഭയങ്കര ഇമോഷണലായി. അത് കേട്ടപ്പോൾ ഞാനും ഭയങ്കര ഇമോഷണലായി. അപ്പം 50 വർഷം ജീവിച്ചിട്ടും ആകാശം കാണാൻ പറ്റാത്ത ആളുകൾക്ക് എന്റെ ബുക്ക് ആകാശം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഉണ്ട്, പക്ഷെ ഇപ്പം പെട്ടെന്ന് ബുക്കിനെ കുറിച്ച് ഓർത്തപ്പം പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ മറന്നുപോയി. മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സാഹിത്യകൃതി? സ്വാധീനിച്ച സാഹിത്യകൃതി എന്ന് പറയുന്നത് വലിയ സാഹിത്യകൃതിയൊന്നും അല്ല. അത് ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവ് അഷിത എന്നുള്ള റൈറ്ററുമായിട്ട് അവരെ ഭരിക്കുന്നതിന് മുന്നേ നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ അതുവരെ എനിക്ക് മാധവിക്കുട്ടിയുടെ ബുക്സ് റൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം. മാധവിക്കുട്ടി എന്നുള്ള പേഴ്സൺ ആയിട്ട് അവരുടെ അഭിപ്രായങ്ങളോട് വളരെ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അവരുടെ റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു റൈറ്റിംഗ് കണ്ടു വളർന്ന് അഷിത എന്നുള്ള ഒരു നെയിം ഒരിക്കലും എന്റെ മൈൻഡിൽ പതിയാതെ വായിച്ചിട്ടുണ്ട് അവരുടെ കഥകൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ബുക്ക് എനിക്ക് കൈ കിട്ടിയ ശേഷം ഈ ബുക്ക് വായിച്ച ശേഷം ഞാൻ ഒരുപാട് കരയാൻ മാത്രമല്ല, ഞാൻ ഇനി എന്റെ ലൈഫിൽ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ബുക്ക് എന്നെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇന്ന കാര്യം ഉള്ളതുകൊണ്ട് ഞാനിത് ചെയ്തില്ല. നമുക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചൊരു കാര്യം നടക്കാതെ പോയതിന്. അപ്പം ഇനി ലൈഫിൽ ഒരിക്കലും എനിക്ക് എഴുതണം എന്നുള്ളതിന്, ഞാൻ എന്തുകൊണ്ട് എഴുതിയില്ല എന്നുള്ളതിന് എക്സ്ക്യൂസും പറയാൻ പറ്റാത്ത രീതിയിൽ ആ ബുക്ക് എന്നെ മോൾഡ് ചെയ്തിട്ടുണ്ട്.
കാരണം അവരെ സ്നേഹിക്കുന്ന അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ, അവരനുഭവിക്കേണ്ടി വന്ന വേദനകൾ, ഒരു പേപ്പർ, ഇപ്പൊ എനിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എനിക്ക് ഫോൺ ഉണ്ട്, എനിക്ക് വേണ്ട പേപ്പർ ഉണ്ട്, ഇപ്പൊ എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും പ്രൊവൈഡ് ചെയ്യാൻ ആളുകളുണ്ട് ഇപ്പൊ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു പേപ്പറിന് വേണ്ടി കഷ്ടപ്പെട്ട് അവർ ബുക്കുകൾ എഴുതി എല്ലാവരുടെ മനസ്സിലും അത്ര ആഴത്തിൽ പതിയുന്ന കഥകൾ അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഹ്യൂജ് റെസ്പെക്ട് ആണ്. അവരുടെ ലൈഫിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു സാധനം, ഒരിക്കലും ലൈഫിൽ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഞാൻ ഇന്ന കാര്യം കൊണ്ട് ചെയ്തില്ല എന്നുള്ള എക്സ്ക്യൂസ് പറയാതെ രീതിയിൽ മുന്നോട്ട് നടക്കാൻ ആ പുസ്തകം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ബുക്ക്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഫാസിത്ത് ആണ് ചോദിച്ചേക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ശീർഷകം കൊടുത്തതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് സാധാരണ ബുക്കിന് പേരിടുന്നതാണ് ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് ആൾക്കാർ പറയും. എനിക്ക് ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണിത്. കാരണം ഞാൻ പൊതുവെ ഡയറി എഴുതുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ ഡയറിക്ക് കൊടുത്തിട്ടുള്ള ഞാൻ എന്റെ ഡയറി എഴുതുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡയറി എഴുതാറ്. അപ്പൊ ഈ ബുക്ക് ഒരു എഴുതി വന്നപ്പോൾ ഒരു സെൽഫ് ലവ് തീം ആയപ്പോൾ ഞാൻ അതിന് എന്ത് പേര് കൊടുക്കും? ഇപ്പൊ ഞാനിങ്ങനെ വെറുതെ എന്റെ ഡയറി വായിച്ചു ബുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടൊന്ന് കൊടുക്കാം, അങ്ങനത്തെ ഒരു പേര് വന്നില്ലല്ലോ എന്നുള്ളതിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം. ബുക്ക് എഴുതി കഴിഞ്ഞ ശേഷം വന്നിട്ടുള്ള ഒരു പേരല്ല, ഞാനൊരു 2 years ആയിട്ട് എന്റെ ലൈഫിൽ ക്യാരി ചെയ്യുന്ന ഒരു പേരാണത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. അപ്പൊ എനിക്കതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു തോട്ടും ഒന്നും വരാൻ, ഇത് കൊടുത്ത സമയത്തും ഇത് ഇത്രയും പവർഫുൾ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ ഡയറിക്ക് കൊടുത്തൊരു പേര് കൊടുത്തു, അത് നമ്മള് പബ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്തപ്പോൾ അവര് നോക്കി കുഴപ്പമില്ല നല്ല പേരാണെന്ന് പറഞ്ഞിട്ട് അവരും അത് എടുക്കാനുണ്ടായത്. എനിക്ക് അത്ര അതിൽ സ്ട്രെസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ പേര് കുറെ കാലമായിട്ട് എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. അടുത്തത് സംഗീത ചോദിച്ച ചോദ്യമാണ്. മലയാള സാഹിത്യത്തിൽ അനവധി സാഹിത്യ കൃതികൾ ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ജനങ്ങൾ ഇത്രത്തോളം ആകർഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ ജനമനസ്സിനെ പിടിച്ചിരുത്താൻ ഇതിലെ കഥാബിന്ദു കൊണ്ട് സാധിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയായിരുന്നു എന്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു 10 പേരെങ്കിൽ 10 പേർക്ക് ഇത് വർക്ക് ആവുമെന്ന് എനിക്ക് അറിയായിരുന്നു. ബിക്കോസ് ഞാൻ ഈ കഥ എഴുതുന്നത് ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമൊന്നല്ല ഞാൻ എഴുതി പിടിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള ജീവിതമാണ്. അപ്പൊ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത കഥകൾ ആളുകൾ നമുക്ക് പറഞ്ഞു തരും, നമ്മൾ കാണാത്ത കാഴ്ചകൾ അവർ നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ജീവിതം കൂടി അടയാളപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ ഒരു കാര്യം പോലും ഇന്റൻഷനലി ഡ്രാഗ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട്, ഇതിൽ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ചുറ്റുമുള്ള ആളുകളാണ്, നമ്മൾ കണ്ട് പരിചരിച്ചിട്ടുള്ള കഥാപരിസരങ്ങളാണ്. അപ്പം എനിക്കിത് വർക്ക് ആവും എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്കറിയാം ഇത് വായിക്കുന്ന ആളുകൾക്ക് കണക്ട് ആവും. ഇപ്പൊ അതിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു സീൻ ഉണ്ട്, നമ്മളിങ്ങനെ സ്കൂളിൽ നമുക്ക് ബർത്ത്ഡേസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മളെല്ലാവരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതിങ്ങനെ ആരും എഴുതുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ജീവിച്ച ജീവിതം കൂടി ആരും എഴുതാം. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മളുടെ ഒരു കഥ പറയണം, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച കാര്യങ്ങൾ, നമ്മളെ അനുഭവിച്ച വിഷമങ്ങൾ എവിടെയെങ്കിലും അടയാളപ്പെടുത്തി വെക്കണം എന്ന്. പക്ഷെ എല്ലാവർക്കും അത് എഴുതാൻ കഴിയില്ല എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ അവർക്ക് വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിപ്പോ എത്ര ആൾക്കാർ വായിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ ഏജിൽ ഇത് വായിക്കുന്ന ആളുകൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി എന്തായാലും വർക്ക് ആവും എന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇത്രയും കൂടുതൽ വർക്ക് ആവും, അല്ലെങ്കിൽ ഇത്രയും ഇപ്പൊ ഞാനിതില് ഓർക്കിഡ് ഫ്ലവേഴ്സിന്റെ ഒരു റെഫറൻസ് വെച്ചിട്ടുണ്ടായി. അപ്പം എനിക്ക് ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ പുസ്തകത്തിനെ കുറിച്ച് ആളുകൾ സംസാരിക്കും, ഈ ഓർക്കിഡ് ഫ്ലവേഴ്സിനെ കുറിച്ച് അവർ സംസാരിക്കും എന്ന് ഞാനിങ്ങനെ വിശ്വസിക്കാറുണ്ടായിരുന്നു. പക്ഷെ ബുക്ക് എഴുതിയ ആഫ്റ്റർ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ വിചാരിച്ച ആ ഒരു കാര്യം ആളുകൾ അത്ര ഡീപ്പായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ആദ്യം അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിഥിയുടെ കഥ പറയും, അല്ലെങ്കിൽ ആന്റിയുടെ കുറിച്ചും ഒക്കെ പറയെങ്കിലും ഇപ്പൊ ഞാൻ പോകുന്ന എല്ലാ സെഷനിലും എനിക്ക് ഓർക്കിഡ് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ്, അത് എന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് എന്നെ ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കാര്യം മാനിഫെസ്റ്റ് ചെയ്യും ഒരു കാര്യം ചെയ്യുന്നതിന്റെ മുന്നേ. അപ്പൊ അങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ചെറിയൊരു ഓർക്കിഡിന്റെ കാര്യമാണെങ്കിലും ഈ പുസ്തകത്തിൽ സംസാരിക്കുമ്പോൾ അതുവരെ സംസാരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഇത് സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല, എനിക്ക് ഇത്രയും ആളുകൾ അത് ഏറ്റെടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ വായിക്കുന്ന എന്റെ ഏജിലുള്ള ഒരു 10 പേർക്ക് ഇത് വർക്ക് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബുക്കില്
നമ്മൾ ഇതിന്റെ എഡിറ്റിങ്ങിന്റെ പ്രോസസ്സിൽ അതിഥിയുടെ അമ്മ അതിഥിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ എന്റെ എഡിറ്റർ ഇത് വായിച്ചിട്ട് ആള് പറഞ്ഞു, ഈ കാര്യം നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, ഇത് കട്ട് ചെയ്യണം, ബിക്കോസ് ഇങ്ങനെയൊന്നും ഒരു പാരന്റ്സും റിയാക്ട് ചെയ്യില്ല, അതുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരിക്കലും ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് കൊടുക്കണം എന്ന് ഞാൻ വാശി പിടിച്ചിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആളെ സംബന്ധിച്ച് ആളൊരിക്കലും ഇങ്ങനത്തെ ഒരു ആള് കുറച്ച് ഏജ് ഉണ്ട് നമ്മളെ കാണും, അപ്പൊ ആൾ ഇങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ചിട്ടില്ല, അപ്പൊ ആൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇത് സംഭവിക്കാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇതിലൂടെ കടന്നു പോവാതിരിക്കുന്നില്ല. അപ്പൊ എനിക്കറിയായിരുന്നു ഇന്ന ഗ്രൂപ്പിന് ഇത് വർക്ക് ആവുന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടാണ് ഞാൻ അത് അതിൽ കൊടുക്കുന്നത്. ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരുപാട് റിവ്യൂസിൽ ആ ഒരു ടോക്സിക് പാരന്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി ഓക്കെ ഇത് കറക്റ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പം എനിക്ക് അറിയായിരുന്നു ഇത് വർക്ക് ആവും എന്നുള്ള കാര്യം, പക്ഷെ ഇത്ര ലാർജ് ആയിട്ട് വർക്ക് ആവും എന്നുള്ളത് അറിയില്ലായിരുന്നു. താങ്ക് യു. ഹലോ, പിന്നെ എന്റെ പേര് അനു എന്നാണ്. KCT കുന്നത്തിലെ വിദ്യാർത്ഥിനിയാണ്. അപ്പൊ എന്റെ ചോദ്യം, നമ്മൾ പൊതുവെ കേൾക്കുന്നതാണ് ഇപ്പൊ പുതിയ എഴുത്തുകാരുടെ എഴുത്തുകളോട് നല്ലൊരു പബ്ലിഷേഴ്സിനെ കിട്ടാത്തൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പം താങ്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നേരിട്ടിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെയുള്ള ഒരു വേർതിരിവിനോട് എന്താണ് നിമ്നയ്ക്ക് പറയാനുള്ളത്? നമ്മൾ നല്ല എഴുത്തുകൾ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും പ്രൊമോട്ട് ചെയ്യേണ്ടതല്ലേ? അപ്പൊ അതിന് താങ്കളുടെ അഭിപ്രായം എന്താണ്? പ്രൊമോട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയാം. നമ്മൾ വിചാരിക്കും ബുക്ക് പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കടമ്പാണ്. ഇപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള റിസ്കിൽ ഒരു പുതിയ പബ്ലിക്കേഷനിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് ഇത്രയും 1 lakh കോപ്പീസ് വിറ്റിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ കാണുന്നതല്ല റിയാലിറ്റി. ഇതിന്റെ പിന്നില് നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള രീതിയിലുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം കുറെ വൻകിട പബ്ലിക്കേഷൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് അല്ലെ, ഒരുപാട് വളരെ വെൽ നോൺ ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അവരൊരിക്കലും ദേ ആർ നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്. നമ്മളൊരു പുതിയ പബ്ലിക്കേഷൻ വരുന്നു, ആ പബ്ലിക്കേഷന്റെ ഒരു ബുക്ക് അവർക്ക് ഇത്രയും ടൈറ്റിൽസ് ഉണ്ടായിട്ടും അതിനേക്കാളും കൂടുതൽ റീച്ച് ആവുന്നു എന്നുള്ളത് എല്ലാവരും ഒരു ഹാപ്പി മൈൻഡഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പം ഈ പബ്ലിക്കേഷനിൽ ബുക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സെല്ലിങ്ങിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും മാർക്കറ്റിങ്ങിലൊക്കെ ആണെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം എനിക്ക് അത്ര ടെക്നിക്കലി ഞാൻ അത്ര നോളജ് ഉള്ള ഒരു പേഴ്സൺ അല്ല. എന്റെ കയ്യിൽ ഐഫോൺ ആണെങ്കിൽ പോലും അതിന്റെ ഫുൾ ഫീച്ചേഴ്സ് പോലും എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഞാനും, അപ്പോ എന്റെ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാലും ആളും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, ആൾക്ക് കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്റൻഷ്യലി നമുക്ക് പ്രശ്നം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ടോർച്ചർ ചെയ്യുന്നത് മാത്രമല്ല, നമ്മളൊരു രീതിയിൽ മുന്നോട്ട് വരരുത് എന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് ഹെൽപ്പ് പോലും അവർ ചെയ്യും. നമുക്കിപ്പോ ചില കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, ഞങ്ങൾ ഇതിൽ പുതിയതാണ്, 10, 20, 50 വർഷമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ആളടുത്ത് നമ്മളിത് ചോദിച്ചാൽ പോലും അവർ ഓപ്പൺ ആയിട്ട് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരുമോ ചെയ്യാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴും ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അത് എവിടെ പറഞ്ഞു തുടങ്ങണം, എന്തൊക്കെ പറയും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ എന്നുള്ള ഒരാള്, നിമ്ന എന്നുള്ള ഒരാളുടെ ലൈഫിൽ നിന്ന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ എന്നെ പോലെ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു റൈറ്റിംഗ് എന്നുള്ളൊരു പാഷനുള്ള എല്ലാവർക്കും ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരാളുടെ ഹെൽപ്പും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഒരു പേരായിട്ട് മാറാൻ പറ്റും എന്നുള്ളൊരു കാര്യം എന്റെ ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനത് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ബുക്ക് ഇറക്കുന്നുണ്ട്, അവര് ബുക്ക് വിൽക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ശേഷവും അതിൽ വരുന്ന ഒരുപാട് ഫേസുകൾ ഉണ്ട്. ആ ഫേസിനെ കുറിച്ചുകൂടെ സംസാരിക്കണം, അതുകൂടെ പോയിന്റ് ഔട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് ഇത് സ്ട്രഗിൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പം സാധാരണ റൈറ്റേഴ്സിനെ എഴുതി അതിന്റെ റോയൽറ്റി മേടിച്ച് വീട്ടിലിരുന്നാൽ മതി. പക്ഷെ എനിക്കത് മാത്രമല്ല, ഞാൻ അതിനപ്പുറം ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളത് കൊണ്ട്. അപ്പം ഒരു പുതിയൊരു റൈറ്റർ വരുന്ന സമയത്ത് അവര് ഇൻഡസ്ട്രി സമീപിക്കുന്ന ഒരു രീതി ഒട്ടും റൈറ്റ് ആയിരുന്നില്ല ഞാൻ വന്നൊരു സമയത്ത്. ഇപ്പം അത് ഒരുപാട് ചേഞ്ച് ആയി. ഇപ്പൊ ഈ ഒരു ബുക്ക് ക്ലിക്ക് ആയതിനു ശേഷം കുറച്ചുകൂടെ പുതിയതായിട്ട് വന്ന റൈറ്റേഴ്സിന്റെ ബുക്സ് എല്ലാം, അതിപ്പോ ഇവൻ വേറൊരു പബ്ലിക്കേഷനിൽ ചെയ്തതാണെങ്കിൽ പോലും വളരെ റിനൗഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് അവരെ വിളിച്ചിട്ട് ഇവരുടെ ബുക്ക് ഇവർക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു കാര്യം, ഇതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ അത് മനസ്സിലാക്കി കൊടുത്ത ശേഷം ആളുകൾ ഇപ്പം പഴയ
പഴയ ആളുകളാണെങ്കിലും ഇത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എനിക്ക് എപ്പോഴും എന്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. അപ്പം എനിക്കിപ്പം ഇന്നൊരു പബ്ലിക്കേഷൻ ചെയ്താൽ മാത്രമേ എന്റെ ബുക്കിന് വായനക്കാരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാരോടും പറയാനുള്ളതാണ്, നിങ്ങൾ ഒരിക്കലും ഇന്നൊരാളുകൾക്ക് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റൂ എന്ന് വിചാരിക്കരുത്. നമ്മളൊരാളടുത്ത് എപ്പോഴെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ കാലത്തും നമ്മൾ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടി തന്നെ വരും. അത് ഡയറക്റ്റ് ഒരു ഇൻഡയറക്റ്റ് നമ്മൾ അവർക്ക് കമ്മിറ്റഡ് ആയിരിക്കും. ആ കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ എഴുത്തിലാണെങ്കിലും ആസ് എ പേഴ്സൺ, നമ്മുടെ ഇൻഡിവിജ്വലിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് എടുത്ത് നിൽക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ട്. പബ്ലിഷ് ചെയ്യാന്നുള്ളത് വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കോപ്പീസ് വിറ്റിട്ട് പോലും ഇപ്പോഴും ഞാൻ പല രീതിയിലുള്ള സ്ട്രഗിൾസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ വഴിയെ പറയാം ആ കാര്യം. അപ്പം അത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ബട്ട് നമുക്ക് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ മുന്നോട്ട് പോവാന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ പിറകിൽ ഈ ഒരു ആഗ്രഹമായിട്ട് വരുന്ന എല്ലാവർക്കും അവർക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നിന്നെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റണം എന്ന് അവർക്ക് തോന്നണം എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്റെ പേര് വിജിലൻ. ഓക്കെ, കേക്കാം. ഞാൻ KUCT തന്നെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നിന്നെ ഉൾപ്പെടെയുള്ള പുതിയ സാഹിത്യ എഴുത്തുകാരുണ്ടല്ലോ, അപ്പം അവർ ഈ സാഹിത്യത്തിന്റെ അതിന്റെ ഭാഷയിൽ കൊണ്ടുവന്ന ഒരു പുതിയ പ്രവണത ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഈ ആശയത്തെ ഏറ്റവും ലഘുവായ രീതിയിൽ അതിന്റെ ആ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു പുതിയ പ്രവണതയാണല്ലോ. അപ്പം ഈ പ്രവണത ഇനിയുള്ള സാഹിത്യത്തിന്റെ ആയിട്ടുള്ള ആ രീതിയിൽ അത് തുടർന്ന് മലയാള സാഹിത്യത്തിൽ തുടരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ പുതിയ എഴുത്തുകാര് ഇതേ ഒരു പ്രവണത തന്നെ തുടർന്ന് വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ? ഇല്ല, എനിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ല. എനിക്ക് അങ്ങനെ വേറൊരാളുടെ കാര്യത്തിൽ അവരെങ്ങനെ എഴുതണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാൻ അറിയുള്ളൂ. അപ്പൊ ഞാൻ ഇനി എഴുതുന്ന ബുക്കുകളായിരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഒരിക്കലും തോന്നി, എനിക്ക് 40-50 വയസ്സായാലും ഞാൻ നോക്കി കുറച്ച് സാഹിത്യം എഴുതി കളയാന്ന് വെച്ചിട്ട് ഞാൻ എന്റെ റൈറ്റിംഗിൽ ഒരിക്കലും സാഹിത്യം എഴുതുന്നു ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ പുതുതലമുറയിലുള്ള എഴുത്തുകൾ തന്നെ വളരെ സീരിയസ് ആയിട്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കഥകൾ പറയുന്ന, ബ്രില്യന്റ് ആയിട്ടുള്ള സാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അഖിലിന്റെ ഒരു ബുക്ക് ഉണ്ടല്ലോ, അഖിൽ കെ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിന്റെ 2-3 ബുക്ക് ഉണ്ട്. അപ്പൊ ഈ ബുക്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് തന്നെയാണ് അഖിലിനും. പക്ഷെ അഖിൽ എഴുതുന്ന ബുക്സ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വൻകിട സാഹിത്യ കൃതികളോട് കടപിടിക്കുന്ന തരത്തിലുള്ള ബുക്സുകൾ അവൻ എഴുതുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ യങ് ജനറേഷൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഉള്ളിലും ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ റൈറ്റേഴ്സിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈല് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് വിട്ടിട്ട് നിങ്ങൾ എഴുതണമെന്നില്ല. അപ്പൊ ഇത്രയും കാലം ആ ഒരു രീതിയിൽ എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് നോക്കി ഇങ്ങനത്തെ കൃതികളാണ് ആളുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഒരു സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് സ്വീകരിക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവണം ഇനിയുള്ള സാഹിത്യം, അല്ലെങ്കിൽ ഇതിനെ സാഹിത്യം എന്ന് പോലും ഞാൻ വിളിക്കുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് മാത്രമേ ഞാൻ എന്റെ ബുക്കിനൊക്കെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എനിക്കൊരിക്കലും മലയാള സാഹിത്യത്തിൽ കയറിയിട്ട് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു കാര്യം ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഞാൻ അതിന്റെ അരികത്തുകൂടെ എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു കഥ പറഞ്ഞ് പോവാന്നുള്ളൂ. അപ്പം ഇതൊരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. എല്ലാ റൈറ്റേഴ്സിനും കിട്ടേണ്ട ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ഇപ്പം ഇതിൽ മാത്രമല്ല എഴുതാൻ പറ്റുക, ഇങ്ങനെയും എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഇനി വരുന്ന ആളുകളാണെങ്കിലും അവർക്കിപ്പോ സീരിയസ് ആയിട്ട് കഥ പറയണമെങ്കിൽ അവർ പറയട്ടെ, അതിന് ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ എഴുതുന്ന പോലെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അവർ സിമ്പിൾ ആയിട്ട് പറയട്ടെ, അതിന് ഓഡിയൻസ് ഉണ്ടാവുന്നുള്ളൂ. ഇന്ന രീതിയിൽ എഴുതണം എന്നുള്ള യാതൊരു സ്റ്റാൻഡും എനിക്കില്ല. എനിക്കിങ്ങനെ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതണമെന്നുള്ളൂ. അവസാനമായിട്ട് ഒരു ചോദ്യമുണ്ട്. നേരത്തെ നമ്മൾ ചോദിച്ചതായിട്ട് ബന്ധപ്പെട്ട ഒരെണ്ണം തന്നെയാണ്. നിമ്നയുടെ വ്യൂ പോയിന്റില് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ആ പുസ്തകം എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് കാരണം എന്നാണ് നിമ്ന വിശ്വസിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആ ഒരു കണ്ടന്റിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം സെൽഫ് ലവ് എന്നുള്ളൊരു തീം നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ അവനവനെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമ്മളടുത്ത് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ എന്ത് സെൽഫ് ആണോ, അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നിടത്ത് എനിക്ക് വേണ്ടി ഞാൻ കാര്യങ്ങൾ ചെയ്യണം എന്നൊരാൾ പറയുന്ന സമയത്ത് അവരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മുദ്ര കുത്തുന്ന ഒരു സൊസൈറ്റിയിൽ
സെൽഫ് ലവ് എന്നുള്ളൊരു കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ബുക്കിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ബുക്ക് മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു കണ്ടന്റിന്റെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ബുക്കിനെ ഇത്രയ്ക്ക് റിലേറ്റബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ആളുകൾ സ്വീകരിക്കാൻ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അത് കഥ പറഞ്ഞിട്ടുള്ള ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്. ഇപ്പൊ 2 കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ബുക്ക് ഇത്രയും ഹിറ്റ് ആവാൻ കാരണം. ഒന്ന്, അതിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റിന്റെ ഒരു അതിന്റെ ഒരു വാലിഡിറ്റി, ലൈക്ക് അത് ഭയങ്കര ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിക്ക് വളരെ വേണ്ട ഒരു കാര്യമായിരുന്നു. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾ പറയുന്ന സമയത്ത്, ഇപ്പൊ എന്റെയൊക്കെ ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 പാർട്ടായിട്ട് തിരിക്കും. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നതിന് മുൻപും പിൻപും എന്നാ. അതൊരു ഭയങ്കര ഒരു ചേഞ്ച് എന്റെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ചേഞ്ച് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഇതൊരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാന്നുള്ള കാര്യം ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്നെയാണ് ഇഷ്ടം എന്നുള്ള ആളെടുത്ത് പറയുന്നതിൽ ഒരിക്കലും നിങ്ങൾ നാണിക്കേണ്ടതില്ല എന്നുള്ളത് പറയണം എന്നേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു കണ്ടന്റിന്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കണ്ടന്റിന്റെ അപ്രോച്ചും പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തൊരു ലാംഗ്വേജും ആണ് ഈ ബുക്കിനെ എത്രയ്ക്കും ജനപ്രിയമാക്കിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ പങ്കിടാനോ ഉണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ ചേച്ചി? ചോദിച്ചു. ഹായ് മിസ് നിംന, എന്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞാൻ KUCT കുന്നത്തൊരു വിദ്യാർത്ഥി തന്നെയാണ്. എന്റെ ചോദ്യം മേ ബി കുറച്ച് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആവും. നമ്മള് ഇപ്പം മാഡം എഴുതിയ ബുക്കിന്ന് ഇറ്റ്സ് വെരി എവിഡൻസ്, ലൈക്ക് എത്രമാത്രം നമ്മൾ സ്വയം സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം നിംന തന്നെയാണെങ്കിലും സ്വയം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതിൽ വ്യക്തമാണ്. അതുപോലെ സ്നേഹിക്കുന്നവർ ഒരുപാടുണ്ട്. ഈവൻ ഐ ലവ് മൈസെൽഫ്. അപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ, ഒരു A എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ആ വ്യക്തിയെ പറ്റി ആരെങ്കിലും എന്നോട് ചോദിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ ആ വ്യക്തിയെ പറ്റി ഒരുപാട് ഉണ്ടാവുന്നു, വലിയ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടാവും, അല്ലെ? അപ്പം ഇപ്പൊ തിരിച്ച് എന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു നടന്നാൽ അത് തള്ളി മറിക്കാന്നായിരിക്കും ഇന്നത്തെ സൊസൈറ്റി നമ്മളോട് പറയുക. അത് കൂടാതെ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഉടനെ ഇന്ന് ഏറ്റവും അധികം കുട്ടികൾ എന്നല്ല, ഏറ്റവും അധികം ആളുകൾ നമ്മളെ നാർസിസിസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിലും കൂടെ തരും. അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുന്നവരോട് നിംന എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊന്ന് പറയുക. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ ലോകത്ത് ജനിച്ചു വീണത് ഞാൻ ഒറ്റയ്ക്കാണ്. ഓക്കെ, ഞാൻ മരിക്കുന്ന സമയത്ത് ഇവളുടെ കൂടെ മരിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ വരത്തുമില്ല. ഞാൻ മരിക്കാൻ പോണത് ഒറ്റയ്ക്കാണ്. ഇപ്പം എനിക്കിപ്പോ ഒരുപാട് താൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് കേട്ടുള്ള ഒരു വിമർശനമാണ് ഇവിടെ തന്നെ തള്ളി മറിക്കുവാണത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച്, എന്റെ സ്ട്രഗിളിനെ കുറിച്ചിട്ട്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് വേറെ ആരും പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം എന്റെ ബുക്ക് ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് സക്സസ് ആക്കിയ ഒരു കാര്യമാണ് ആളുകൾ പറയുന്നത്. ഞാൻ 100% ഞാൻ യോജിക്കുന്നുണ്ട്. ഞാനല്ലാതെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നാളെ രാവിലെ എണീറ്റ് ഞാൻ കുറച്ച് നിംന വിജയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പ്രൊമോഷൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ നിംന വിജയിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേക്കാൻ ആരും വിചാരിക്കില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ട്, ചോയ്സസുകൾ ഉണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ പ്രയോറിറ്റി ഞാനല്ലാതെ എനിക്ക് വേണ്ടി വേറെ ആരും സ്റ്റാൻഡ് ചെയ്യില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പ്, പൂർണ്ണ ബോധ്യം ലൈഫിന്റെ ഒരു ഫേസിലെത്തിയപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പറയും ഒരു ബാക്കപ്പ് പ്ലാൻ നമുക്ക് വേണം, ബാക്കപ്പ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വേണം. എനിക്ക് ഇങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ല. എന്റെ ബാക്കപ്പ് ഞാൻ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ പോയിന്റിലാണ് ഞാൻ എന്നെ കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യാനും ഞാൻ ഇതാണെന്ന് പറയാനും തുടങ്ങിയത്. ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള 2 ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വായിക്കാൻ സജസ്റ്റ് ചെയ്യുന്ന 2 ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ 2 ബുക്കിന്റെ പേര് പറയും. അപ്പൊ ഞാൻ എന്തിനു വേറെ 2 ബുക്കിന്റെ പേര് പറയണം? ഇപ്പൊ എന്റെ പേര് വേറൊരാൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണ്ടേ? നിങ്ങൾ വേറൊരാൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ബുക്കിന് വളരെ വിമർശനങ്ങൾ വന്ന സമയത്ത് ഞാൻ ആ വിമർശനങ്ങൾക്ക് മറുപടി ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ടായി. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ, നിങ്ങൾ ഇത്രയും വലുതായല്ലോ, അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരാളാണ്, പിന്നെ എന്തിനാ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ അതിന് സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് സെൽഫ് എക്സ്പ്ലെയിനിങ്. ഞാൻ സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്യല്ല, ഞാൻ സിംപ്ലി ഐ എം സ്റ്റാൻഡിങ് ഫോർ മൈ സെൽഫ്. ഞാൻ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു വിമർശനം പറഞ്ഞു, അപ്പൊ എനിക്ക് ആ വിമർശനം
ഓക്കെ അല്ലാന്ന് തോന്നുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് അത്ര ഓക്കെ അല്ലാതെ ഞാൻ വിട്ടുകളയും. പക്ഷെ അത് വളരെ എന്റെ ഒരു വർക്കിന് അല്ലെങ്കിൽ എന്റെ ഒരു എത്തിക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഐ ഷുഡ് സ്റ്റാൻഡ്. ഇപ്പൊ വേറൊരാൾ വന്നിട്ട് ഓക്കെ നിന്നയുടെ സൈഡില് കഥ ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരാളും വരില്ല, ഞാൻ തന്നെ വരണം. ഇപ്പൊ ഞാൻ എന്റെ ഒരു കസിൻ ഉണ്ട് അഞ്ജു, ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ സംസാരിക്കുന്ന അവരുടെ അടുത്താണ്. ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവളെ കുറിച്ച് ഞങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പൊ ഞാൻ പറയും ഇന്ന് ഈ റീല് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ബുക്ക് ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്നതുണ്ട് അതുണ്ടെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അതിന്റെ സമയത്ത് ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ചിട്ട് സമയം കളയണത്? അല്ലെ, നമ്മൾ രണ്ടുപേരും കാണുന്ന സമയത്ത് ഇറ്റ്സ് ബെറ്റർ. അങ്ങനെ ആകുന്ന സമയത്ത് അവർക്കും നല്ലതാണ്. കാരണം നമ്മൾ വേറൊരാളുടെ ബിസിനസ്സിൽ പോയി കൈയിട്ട് അവരെ കുറിച്ച് ആലോചിച്ച് അവരെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നതിനാണ്. ആ സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ച് സംസാരിച്ച് നമ്മളെ കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് സംസാരിക്കുന്നത് എന്നെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് അവരെ കുറിച്ച് സംസാരിക്കേണ്ട കേൾക്കുകയോ ചെയ്യുള്ളൂ. ഞാനൊരു തേർഡ് പേഴ്സണെ കുറിച്ചിട്ട് ഒരിക്കലും എന്റെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ എന്റെ പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ആരുടെ അടുത്തും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ അങ്ങനെയാണ്. അതെനിക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അതൊരിക്കലും സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളതെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ എത്ര പാരന്റ്സ് ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും പറഞ്ഞാലും അവർക്കൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനും നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നതിനൊക്കെ ഒരു ഫേസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പല കാര്യങ്ങളും വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഇപ്പൊ ടെക്നിക്കലി ആണെങ്കിലും പല കാര്യങ്ങളും. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ എനിക്ക് ടെക്നിക്കൽ അഡ്വൈസിന് വേണ്ടി ഒരാളെടുത്ത് പോയിട്ട് 24 മണിക്കൂറും എനിക്ക് അവരെ അസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ലേൺ ചെയ്യാം, ഞാൻ എല്ലാ സ്കിൽസും ലേൺ ചെയ്യാന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സഫർ ചെയ്ത് ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേ പറഞ്ഞ വേറൊരാൾക്ക് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കേണ്ട സമയത്ത് സമ്മോർ അതർവേ നിങ്ങൾ അവരെടുത്ത് പിന്നെ അവര് നമ്മളൊക്കെ ഒരു ഫേവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത് മാറും. സോ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക, നിങ്ങളെ കുറിച്ച് സംസാരിക്കുക, നിങ്ങളെ പുഷ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതൊരു ഷെയിം ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ച് അവരുടെ ബിസിനസ്സിൽ ഇടപെടുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ദാറ്റ് നിങ്ങളെ കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ ഉള്ളിൽ കണ്ടന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് മിസ് നിഗ്ന. താങ്ക് യു. ഇൻബോക്സില് ഓക്കെ, ഇൻബോക്സില് ഹേന ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് നിമ്ന 3ാം ക്ലാസ്സിൽ വെച്ച് എഴുതി കുറിച്ച ആ കൊച്ചു കുറിപ്പ് ഒരു അധ്യാപകന്റെ സ്ഥലം മാറ്റത്തിന് കാരണം പബ്ലിക് ചെയ്യാതെ പോയതിന്റെ സങ്കടത്തിൽ നിന്നുണ്ടായതാണ് ഇന്നത്തെ എഴുത്തിന്റെ മോട്ടിവേഷൻ എന്ന് വായിച്ചു. ആ കുറിപ്പ് ശരിയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അനുഭവം കൂടി പങ്കുവെക്കാമോ? ഓക്കെ, അത് വളരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് UP-യിലുള്ള പിള്ളേർക്ക് 5ാം ക്ലാസ്സിലുള്ള പിള്ളേർക്ക് ഇവിടെ ഒരു മലയാളം അധ്യാപകൻ ഉണ്ടായിരുന്നു, പ്രേമൻ മാഷ് എന്ന് പറഞ്ഞിട്ട്. സാർ ഇങ്ങനെ എല്ലാവരെ കൊണ്ടും കവിതകൾ എഴുതിച്ചു ഓരോ ബുക്ക് ഉണ്ടാക്കി. ഓക്കെ, സെലക്ട് ചെയ്യുന്ന പിള്ളേർ അത്യാവശ്യം എഴുതാൻ പറ്റുന്നുള്ള പിള്ളേരെ വെച്ചിട്ട് ഒരു 100 പേരെയൊക്കെ വെച്ചിട്ട് 5, 6, 7 UP സ്കൂളിലുള്ള പിള്ളേരെ വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കും. എന്നിട്ട് എല്ലാ വർഷവും ഈ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് പേപ്പറിൽ കൊടുക്കും. അപ്പൊ എന്റെ അച്ഛനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. അപ്പൊ അച്ഛന്റെ ഫോട്ടോസ് പേപ്പറിൽ ഇങ്ങനെ വന്നതിന്റെ ഒക്കെ അമ്മ ഇങ്ങനെ കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര നമ്മുടെ റോൾ മോഡൽ അച്ഛനായിരിക്കുമല്ലോ എപ്പോഴും. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറയും പേപ്പറിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ വരണമെങ്കിൽ കുറെ പഠിക്കണം, നന്നായിട്ട് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഭയങ്കര ഒരു ഇതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ എന്റെ ഫോട്ടോ പേപ്പറിൽ വരണം എന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ഒരു വിഷയം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് നടന്ന സമയത്താണ് ഈ ഒരു കാര്യം ഞാൻ കാണുന്നത്. അതുവരെ എനിക്ക് ഒരു എഴുത്ത് വായന എന്ന് പറഞ്ഞിട്ട് ഒരു പഠിക്കാനേ ഞാൻ ഭയങ്കര ബാക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഓക്കെ പേപ്പറിൽ ഫോട്ടോ വരും, ഇതാണ് എന്റെ ഫസ്റ്റ് വ്യൂ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് ആലോചിച്ച സമയത്താണ് ഇങ്ങനെ സാർ ഇങ്ങനെ 5ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ബുക്ക് എഴുതാം എന്നുള്ളൊരു കാര്യം വന്നത്. അപ്പൊ എല്ലാവരെ കൊണ്ടും ബുക്ക് എഴുതിക്കുന്നില്ല, വളരെ സെലക്ട് ആയിട്ടുള്ള പിള്ളേരെ കൊണ്ട് എഴുതിക്കുന്നില്ല. അപ്പൊ എനിക്ക് 4ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് അധ്യാപകനാവേണ്ടത് സാറാണ് 4A-ലെ. അപ്പൊ ഞാൻ മനസ്സിലായി ഞാൻ 3 പാസ്സായി കഴിഞ്ഞാൽ സാറിന്റെ ക്ലാസ്സിൽ പോവാം. അപ്പൊ ഞാനിങ്ങനെ കുറെ എഴുതിയ കവിതകളൊക്കെ കാണിച്ച് ഇംപ്രസ് ചെയ്യാം. അപ്പൊ 5ാം ക്ലാസ്സിൽ എനിക്ക് എന്തായാലും ഒരു ബുക്ക് എഴുതാൻ പറ്റുന്നതാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ വെക്കേഷന് എന്റെ മൂത്തമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ കുറെ കവിതകൾ എഴുതി. കാള, പട്ടി, പൂച്ച എന്നൊക്കെയാണ് കവിതയുടെ പേര്. അങ്ങനെ ന്യൂസ് പ്രിന്റിൽ കവിത എഴുതി. അപ്പൊ എല്ലാവരും ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയം. അപ്പൊ ഇങ്ങനെ പൂഴി ഇങ്ങനെ കൂട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അതിന് മണ്ടയ്ക്കൊക്കെ കയറി നട്ടുച്ചയ്ക്ക് വെയിലത്തൊക്കെ ഇരുന്നിട്ട് കവിതകൾ എഴുതും. കവിതകളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള 4-5 വരി ഉണ്ടാവും. എന്നിട്ട് ഞാനതിങ്ങനെ അച്ഛനോട് ന്യൂസ് പ്രിന്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ഈ സ്കെച്ച് പെന്നോട് ബോർഡർ ഒക്കെ വരച്ചിട്ട് ഇങ്ങനെ സ്ലേപ്പർ കൊണ്ട് പിന്നൊക്കെ ചെയ്ത് ഒരു ചട്ടയൊക്കെ ഉണ്ടാക്കി ഫുൾ പൂക്കളോണ്ട് ഇത്
ഒക്കെ വെച്ചിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കി, ഒരു ഡെമോ ബുക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് സ്കൂൾ തുറക്കുന്ന ഫസ്റ്റ് ഡേ ഇങ്ങനെ സ്കൂളിൽ പോവാണ്. അപ്പൊ പൊതുവേ നമ്മൾ കുട്ടി പോപ്പിക്കൂടെയൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ബുക്ക് നനയരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ അച്ഛന്റെ വലിയ കൊടയൊക്കെ ആയിട്ട് ഞാൻ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ ഫസ്റ്റ് സാറ് ഭയങ്കര മൂടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആളിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആരുടെ സംസാരിക്കുന്നൊന്നുമില്ല. എനിക്കാണ് ആളടുത്ത് സംസാരിച്ച് ശീലമില്ല, അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ആളങ്ങനെ അന്നിപ്പോ എനിക്കത് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. ആള് ഭയങ്കര ബിസി ആയിരുന്നു. ആളിങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ആ ഒരു ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ സാറ് പിറ്റേന്ന് ഹോംവർക്ക് പറഞ്ഞ സമയത്ത് ഞാൻ ആ ഹോംവർക്ക് ചെയ്തില്ല. എനിക്ക് ഇതിന്റെ ഒരു വിഷമമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അങ്ങനെ പിറ്റേന്ന് ഞാൻ സാറ് ഹോംവർക്ക് കാണിക്കാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും വെരി ഗുഡ് കൊടുക്കുന്നു. അപ്പൊ എന്റെ കൂട്ടത്തിൽ എന്നെക്കാളും അവതായിട്ടുള്ള ഒരു കുട്ടി ഉണ്ട്, ഒക്കെ വരെ വെരി ഗുഡ്. അപ്പൊ ഞാൻ ഹോംവർക്ക് ചെയ്തില്ലല്ലോ. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായി. ഹോംവർക്കും ചെയ്തില്ല, ഇത് കാണിക്കാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് വേറൊരു കുട്ടി വന്ന് പറയുന്നത് സാറ് ട്രാൻസ്ഫർ ആയി പോവാണെങ്കിൽ സാറിന്റെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ എന്റെ ഈ കവിതാ പുസ്തകം കാണിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമത്തിൽ ഞാനൊന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇത് സാറ് കണ്ടില്ലല്ലോ, എനിക്കിനി ഒരിക്കലും ബുക്ക് എഴുതാൻ പറ്റില്ലല്ലോ, എന്റെ ഫോട്ടോ ഒരിക്കലും പേപ്പറിൽ വരില്ലല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു കാര്യമാണ് ബുക്ക് എഴുതുക എന്നുള്ളത് ആ രീതിയിൽ എന്റെ മൈൻഡിൽ ഇൻജെക്ട് ആയിട്ടുള്ള ഒരു കാര്യം. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡിൽ വരും എന്നുള്ള ഒരു കാര്യത്തിൽ പിന്നെ ആ ഒരു കാര്യം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇത്രയും 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു കാര്യം ശരിയായത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണ ഞാൻ 7th പഠിക്കുന്ന സമയത്ത് ഒരു സാഹിത്യ ക്യാമ്പിന് ഗസ്റ്റ് ആയിട്ട് ഇതേ സാറ് കോളേജിൽ വരുന്ന സമയത്ത്, സ്കൂളിൽ വന്ന സമയത്ത് എനിക്ക് സാറിനെ അറിയാം, സാറിന് എന്നെ അറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് സാറ് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് പിള്ളേരെല്ലാം വലിയ കുട്ടികളായില്ലേ രമ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. സാർ എന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പൊ അങ്ങനെയാണ് പുസ്തകം എഴുതുക അല്ലെങ്കിൽ ബുക്ക് എന്നുള്ളൊരു മേഖലയിലോട്ട് ഞാൻ വരുന്നത്. അല്ലാതെ എനിക്ക് റൈറ്റിംഗിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ആരെങ്കിലും ആ ഒരു മേഖലയിൽ ഉള്ളത് കൊണ്ടോ ഒന്നും ആയില്ല. ചെറുപ്പത്തിൽ മനസ്സ് വന്നുകൂടിയ ഒരു ഇഷ്ടം, അതിന്റെ ഒരു സഫലീകരണം എന്നുള്ള രീതിയിലാണ് ഈ ബുക്ക് ഉണ്ടാവുന്നത്. അതൊരു റിയൽ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. അത് ഞാൻ എന്റെ നനയുവാൻ ഞാൻ കടലാവുന്നു എന്നുള്ള പുസ്തകത്തില് നിങ്ങൾ എവിടെയാണ് മാഷേ എന്ന് പറഞ്ഞുള്ള ഒരു കഥയായിട്ട് ഞാൻ അത് എഴുതിയിട്ടുണ്ട്. താങ്ക് യു. ഇനിയും ആരും ചോദ്യങ്ങൾ ചോദിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നല്ലൊരു സെഷൻ ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. ഇനിയും ഈ ചർച്ചയ്ക്ക് ഔദ്യോഗികമായി നന്ദി അറിയിക്കുവാൻ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അഭിജിത്തിനെ ക്ഷണിക്കും. Well, hi, good afternoon, Ms. Nimna. Good afternoon, everyone. ഇന്നത്തെ കോൺവെർസേഷൻ, ഇന്നത്തെ കമ്മ്യൂണിക്കേഷനിലും ഭയങ്കര ഭംഗിയായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കെന്നല്ല, ഇന്നത്തെ ഈ മീറ്റിലുണ്ടായിരുന്ന ഒരുമാതിരി എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എന്താ പറയാ, അതേ പ്രായത്തിലുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ അല്ലെങ്കിൽ അതേ ഒരു പ്രായത്തിലുള്ള ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഒരു ഗ്യാപ്പ് തോന്നിയില്ല. എപ്പോഴും നമ്മളൊരു ഗസ്റ്റിനൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അയ്യോ ഗസ്റ്റ് ഒരു പ്രിപ്പറേഷനും കുറെ ചോദ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും സ്ക്രിപ്റ്റിനൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല. ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരു സ്വന്തം ടീച്ചറിനോട് ചോദിക്കുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് എന്ത് മറുപടി വന്നാലും അത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും വരിക എന്നുള്ള ഒരു ഉറപ്പോടുകൂടി നമുക്കത് ചോദിക്കാൻ പറ്റി. ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ ഉണ്ടായിരുന്നതേ ഇല്ല. ആൻഡ് ഒരു ഒഫീഷ്യൽ അതിലേക്ക് വരാം, നമുക്ക് ആ ഒരു കർമ്മത്തിലേക്ക് വരാം. As part of Kerala University College of Teacher Education, Kunnam and the program Kunnam Festival of Letters, ഈ സാഹിത്യോത്സവം 51ന്റെ വേദിയിലേക്ക് എഴുത്തുകാരിയായ ശ്രീ നിമ്ന വിജയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് മാം, ഞങ്ങളോടൊപ്പം ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു സെഷൻ ഞങ്ങളോടൊപ്പം പങ്കുവെച്ചതിന്, ഞങ്ങളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിന് വളരെയധികം നന്ദി ഇതോടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആൻഡ് ലെറ്റ് മീ ഓൾസോ താങ്ക് അവർ ബിലവഡ് പ്രിൻസിപ്പൽ മാഡം ഡോക്ടർ എസ് രശ്മി ടീച്ചർ, ഹു ഇസ് ഓൾസോ ദ കൺവീനർ ഓഫ് ദിസ് പ്രോഗ്രാം, of this event. And obviously കടൽ തീരത്ത് കിടന്ന ആകാശം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയത് കാണേണ്ട കാഴ്ചയാണ്. ഒരുമാതിരി എല്ലാവരും വെറുതെ പോവുക, വെള്ളത്തിൽ ചാടുക, അല്ലെ കണ്ടിരിക്കുക, തോളോട് തോള് ചേർന്ന് കിടന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുക, പട്ടം പറത്തുള്ളത് മാത്രമല്ല, അവിടെ ചെന്ന് കടല് കാണുന്നതിന് പകരം അവിടെ ഒന്ന് കിടന്ന ആകാശം കാണുന്നില്ല. അതിൻ്റെതായ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ, ഒരു സെൽഫ് തോട്ട്, ഒരു സെൽഫ് ലോ, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാഴ്ചയിൽ തന്നെ സെൽഫ് ലോ അവിടെ ക്രിയേറ്റഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ടു ബി ഫ്രാങ്ക്, ടു ബി ഓൺ മൈ പേഴ്സണൽ സൈഡ്, ഇന്നലെ എന്റെ ബ്രേക്കപ്പ് ആനിവേഴ്സറി ആയിരുന്നു, ഫസ്റ്റ് 1 year ആനിവേഴ്സറി ആയിരുന്നു. അപ്പോ ഏറ്റവും അധികം സമയം ചെലവഴിച്ചിട്ടുള്ളത് ഇവിടുത്തെ വലിയഴീക്കൽ ബീച്ചിലാണ്. എപ്പോഴും അവിടെ പോയി കടലിൽ അവിടെ പോയി കിടക്കുക, ആകാശം നോക്കി കിടക്കുക,
എത്ര കരഞ്ഞുകൊണ്ട് പോയാലും അവിടെ കിടന്ന് കിട്ടുന്ന ഒരു സമാധാനം, അവിടെ കിടന്ന് എന്നോട് എനിക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു മതിപ്പ്, അത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അവിടുന്ന് ഉണ്ടാകുന്ന ഒരു സെൽഫ് ലവ് ഇസ് ഡിഫറെന്റ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. And thank you so much, Miss Nimna Vijay. Your words were like ഭയങ്കര ബോൾഡ് ആയിരുന്നു, ബ്രൈറ്റ് ആയിരുന്നു. ആർക്കൊരു സംശയം തോന്നിയിരുന്നു, ഒരു മറു ചോദ്യം ഉണ്ടായിരുന്നില്ല. And you were crystal clear about you, and I'm happy and appreciate like you have built your own personality. ഒരു അടിപൊളി ക്യാരക്ടറിന്റെ ഒരു ഉടമയാണ് നിമ്ന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And you have broken all kind of stereotypes. You have done a very beautiful job. And let me also thank the students, the teachers, faculty members, and the support team of this event, Sahithyotsavam Ambattunnu, for having organized this beautiful event and having brought our beloved Nimna Vijay as the 14th guest of this event. And again, thank you so much, Ms. Nimna, dear principal, all the members who have attended this meeting. Thank you so much. ഒരിക്കൽ കൂടി നിമ്ന വിജയോടുള്ള നന്ദി അറിയിക്കുന്നു. മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും